ന്യൂസ് സർവീസ് ആരംഭിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ പ്രത്യേക ധനസഹായം നൽകില്ലെന്ന കടുംവെട്ട് നിലപാട് തുടരുകയാണ് മോദി സർക്കാർ. കേരളത്തിലെ എംപിമാരുടെ നിവേദനത്തിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഈ നിലപാട് അറിയിച്ചത്. 2219 കോടിയുടെ പാക്കേജ് കേരളം ആവശ്യപ്പെട്ടത് ഏറെ വൈകിയാണെന്ന വിചിത്രവാദം ഉയർത്തിയാണ് അമിത്ഷായുടെ മറുപടി. ഇതേ വിഷയത്തിൽ ഹൈക്കോടതി ഇന്ന് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയുണ്ടായി. ഇതുവരെ എത്ര തുക കൊടുത്തുവെന്ന് വ്യക്തമായി പറയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നിഷേധാത്മക നിലപാടിനിടെ മാതൃകാപരമായ ഒരു നടപടി പറഞ്ഞു തന്നെ പോകേണ്ടതുണ്ട്. ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കാൻ 20,44 ലക്ഷം രൂപയാണ് ഡിവൈഎഫ്ഐ സമാഹരിച്ചത്. സർക്കാരിൻ്റെ പുനർനിർമ്മാണ പദ്ധതിയുമായി ചേർന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് എ സമ്പത്ത്, CPIM, അഡ്വക്കേറ്റ് അനിൽ ബോസ്, കോൺഗ്രസ്, ഷാജി രാഘവൻ, BJP വക്താവ്. ആദ്യം ഞാൻ BJP പ്രതിനിധിയിലേക്ക്. ഷാജി രാഘവൻ, കേരളത്തിന് ഒരു തരത്തിലും ബോധ്യപ്പെടാത്ത ഒരു വിചിത്രവാദം അതുതന്നെയല്ലേ അമിത്ഷാ കേരളത്തിലെ MPമാർ നിവേദനം നൽകുമ്പോഴും അതിനോട് പ്രതികരിച്ചുകൊണ്ട് നടത്തിയ ഈ സമീപനത്തിനുള്ളൂ? വലിയ വിവേചനം മറ്റു പല സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന തമിഴ്നാട്ടിലെ വലിയ ദുരന്തത്തിൽ വലിയ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ സഹായം നൽകുന്നതിന് തയ്യാറാകുന്നു. കേരളത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം കടുംവെട്ട് നിലപാട് സ്വീകരിക്കുന്നു, വിവേചനപരമായി പെരുമാറുന്നു. കോടതിക്ക് പോലും ആ നിലയിൽ വലിയ അതൃപ്തി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട്. ഇന്നും അത് പ്രതിഫലിച്ച ദിവസമാണ്. എങ്ങനെ നാട്ടുകാരോട്, കേരളീയരോട് നിങ്ങൾക്ക് കേരളത്തിലെ BJPക്ക് പറഞ്ഞു നിൽക്കാനാകും, വിശദീകരിക്കാനാകും? നോക്കൂ ശരത്, 3.5 മാസം കഴിഞ്ഞു. 115 ദിവസമായി വയനാട്ടിലെ 1-2 പ്രദേശങ്ങളില് മുണ്ടക്കൈ, ചൂരൽമല, അതേപോലുള്ള സ്ഥലങ്ങളിൽ ദുരിതമുണ്ടായി. അതെ ആയിക്കോട്ടെ, ഇപ്പൊ ഞങ്ങൾ പറയുമ്പോഴാണല്ലോ പ്രശ്നം. നമ്മുടെ സംസ്ഥാനത്തെ PWD മന്ത്രിക്കും അല്ലല്ല ഇടപെടണ്ടെന്ന് ഞാൻ പറഞ്ഞു വിട്ടെ, തുടങ്ങിയതല്ല ഉള്ളൂ. സംസ്ഥാന മന്ത്രിയും കോൺഗ്രസിന്റെ MLAയും പറയുമ്പോ അല്ല ഞങ്ങൾ പറയുമ്പോ പ്രശ്നം. ഞാൻ അതുകൊണ്ടാണ് മുണ്ടക്കൈ ചൂരൽമല എന്ന് പറഞ്ഞിട്ട് പറയാൻ ആഗ്രഹിച്ചതാണ്. ഞങ്ങൾ പറയുമ്പോൾ അത് പ്രശ്നമാക്കണ്ട. ഞങ്ങൾ മാത്രം പറയുമ്പോൾ വയനാട് ദുരന്തം എന്ന് പറഞ്ഞില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇപ്പൊ നിലവിൽ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പൊ എന്തായാലും ശരത്തെ 1.5 മാസമായില്ലേ? ഈ 1.5 മാസം നമ്മൾ ഇതുവരെയും പറഞ്ഞത് ഇനിയൊന്ന് മാറ്റിപ്പിടിക്കാൻ സമയമായില്ലേ? മാറ്റി പറയണ്ടേ ഇനിയെങ്കിലും? ഇന്ന് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൊടുത്ത മറുപടി, കേരളത്തിലെ MPമാർ കൊടുത്ത കത്തിന് മറുപടിയായി കൊടുത്തത് സംസ്ഥാന ഗവൺമെന്റിന് മുഖത്തേറ്റ അടിയല്ലേ ശരിക്കും? എന്തായിരുന്നു കഴിഞ്ഞ 115 ദിവസമായിട്ട് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമല്ലേ? എന്തൊക്കെ പറഞ്ഞു? ഫണ്ട് കൊടുക്കാത്തതിനെ പറ്റി പറഞ്ഞു. ഏറ്റവും അവസാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്താണ് പറഞ്ഞത്? ഇത് സംബന്ധിച്ച് പുനരധിവാസം, വളരെ എഫക്റ്റീവായ പുനരധിവാസം സാധ്യമാകാൻ വേണ്ടിയിട്ടുള്ള PDNA റിപ്പോർട്ട് പറഞ്ഞാൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് മെമ്മോ, അതാണ് സമഗ്രവും സയന്റിഫിക്കുമായിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ദുരന്തം നടന്ന സ്ഥലത്തെ പുനരധിവസിപ്പിക്കുക മാത്രമല്ല, അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ശക്തമായ നിലയിൽ, കൂടുതൽ എഫക്റ്റീവായ നിലയിൽ ആ ഗ്രാമങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട് എന്നാ ശരത്തെ കൊടുത്തത്? വയനാട്ടിൽ ഇലക്ഷൻ നടക്കുന്ന ദിവസം നവംബർ 13-ാം തീയതിയാണ് കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് കൊടുത്തിട്ടപ്പോ ദിവസം എത്രയായി? ഇന്ന് 1 മാസം ആണില്ല. എന്നിട്ടാണ് നമ്മൾ കേരളത്തിൽ നിന്ന് പറഞ്ഞത് കേന്ദ്രം ഒന്നും ചെയ്തില്ല. വളരെ കൃത്യമായി അമിത്ഷാ ഇന്ന് പറഞ്ഞിട്ടില്ലേ? SDRFല്, അതായത് ദുരന്തം ഉണ്ടായത് ജൂലൈ മാസം 30-ാം തീയതിയാണ്. 30/7/24 31/7/2024 145 കോടി രൂപ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് SDRFൽ കൊടുക്കുകയാണ്. അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അടിയന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുകൂടാതെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് 1/10 ഒക്ടോബറിൽ വീണ്ടും കൊടുക്കുന്ന 145 കോടി. ഇത് കൊടുക്കുമ്പോൾ പോലും 782 രൂപ, 782.99 കോടി രൂപ നമ്മുടെ SDRF ഫണ്ടിൽ ഉണ്ട് നിലവില്. ഇതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് കിടപ്പുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ BJP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച ഏതാണ്ട് 100ഓളം കോടി രൂപയുണ്ട്. അത് കൊടുത്തത് എക്സ്ക്ലൂസീവ്ലി ഫോർ വയനാടിനാണ്.
എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനാണ്. എന്തേ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ശരത്ത്? നിങ്ങൾ ഈ പറയുന്നതാണോ പ്രശ്നം? കേരളത്തിന്റെ ക്യാബിനറ്റ് സെക്രട്ടറി അവർ വയനാട്ടിൽ ചെന്നപ്പോൾ അവരോട് അവിടുത്തെ ആൾക്കാരെന്താ ദുരിതത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞത്? അവർ താമസിക്കുന്ന വീടിന് വാടക കൊടുക്കുന്നില്ല, ആരും വാടക കൊടുക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ഇന്ന് പോലും ഈ വിഷയം വീണ്ടും സജീവമായപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളുടെ മുമ്പിൽ വന്ന് ഇവരെന്താ സൂചിപ്പിച്ചിട്ടുള്ളത്, ഇവരെന്താ പറഞ്ഞിട്ടുള്ളത്? അവരത് തന്നെയാണ് ഇന്നും സൂചിപ്പിച്ചത്. അവർക്ക് കെട്ടിടത്തിന് വാടക കൊടുക്കാൻ സാധിക്കുന്നില്ല, ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നില്ല. പ്രാഥമികമായി ഒരു ദുരന്തം ഉണ്ടായ സ്ഥലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഈ കഴിഞ്ഞ നവംബർ മാസം 13-ാം തീയതി കൊടുത്ത ഡീറ്റെയിൽഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന പണം കിട്ടിയിട്ട് വേണോ സംസ്ഥാന ഗവൺമെന്റ് ഇത് ചെയ്യാൻ? സംസ്ഥാന ഗവൺമെന്റ് എന്താണ് നാളിതുവരെ അവിടെ ചെയ്തത്? അതല്ലേ സത്യത്തിൽ ചർച്ച വരാം. ഞാൻ വെല്ലുവിളി സംസ്ഥാന ഗവൺമെന്റ് ഈ ദുരന്തത്തിന്റെ ആവശ്യമൊന്നുമില്ലെന്നേ ഷാജി വരാം. ദുരന്തത്തിൽ ഒരു വെല്ലുവിളിയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ വരാം, ഞാൻ താങ്കളിലേക്ക് വരാം. പറഞ്ഞത് വെച്ച് സംസാരിക്കാം. ഏതായാലും ചർച്ച തീരെയല്ലോ, തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ താങ്കൾ തന്നെ പറഞ്ഞു നവംബർ 13-നാണ് ആ റിപ്പോർട്ട് നൽകിയത് എന്ന് താങ്കൾ തന്നെ ഇവിടെ പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ടും മന്ത്രി കൊടുത്ത മറുപടിയിൽ പറയുന്നത് എന്താണ്? പ്രത്യേക ധനസഹായം നൽകില്ല. അതിലേറ്റവും സുപ്രധാനമായ റിപ്പോർട്ട് കിട്ടി, അതിൽ തീരുമാനമെടുക്കാനിരിക്കുന്നു, അല്ലെ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത് പ്രത്യേക ധനസഹായം നൽകില്ല എന്നാണ്. അങ്ങനെ ഒരു നിലപാട് എങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്നു എന്ന പ്രശ്നം, ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇവിടെ ഡോക്ടർ സമ്പത്ത്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഈ ദുരന്തത്തിന് ശേഷമുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് അസസ്മെൻറ്റ് നൽകാൻ വൈകി എന്ന ഒരു ന്യായം, ഒരു പ്രശ്നം BJP പ്രതിനിധി അവതരിപ്പിക്കുന്നു. പക്ഷേ അപ്പോഴും ആഭ്യന്തരമന്ത്രി പറയുന്നത് പ്രത്യേക സഹായമില്ല, ധനസഹായമില്ല, സ്പെഷ്യൽ പാക്കേജ് ഇല്ല, SDRF-ൽ തന്നതും തരാനുള്ളത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലും പെടുത്തി എല്ലാം ആക്കിക്കോണം. ഒപ്പം സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യങ്ങളിലെ അപാകത എന്ന നിലയിലേക്ക് പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടാനും BJP കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറുപടി: ഈ ഉണ്ടായിട്ടുള്ള ദുരന്തത്തെ ദുരന്തമായി കാണാനുള്ള മാനസികാവസ്ഥ മനുഷ്യ ശരീരമുള്ളവർക്ക് ഉണ്ടാവണം. ജീവിക്കുന്ന ശവങ്ങളായി വല്ലാതെ രാഷ്ട്രീയ തിമിരം ബാധിച്ച കണ്ണുകൊണ്ട് ദുരന്തങ്ങളെ കാണാനായി പോയാൽ, നമ്മുടെ MT രണ്ടാമൂഴത്തിൽ എഴുതിയൊരു വാചകം ഞാൻ ഉദ്ധരിക്കുകയാണ്. സ്വന്തം രക്തവും മാംസവുമാകുമ്പോൾ ജീർണവസ്ത്രങ്ങളുടെ ഉപമ നാം മറന്നിടുന്നു എന്ന്. നമ്മുടെ ഈ ചർച്ച നടക്കുന്ന വേളയിൽ മറ്റു ചില ടെലിവിഷൻ മാധ്യമങ്ങളിലും ഇതേ വിഷയത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. BJPയുടെ പ്രതിനിധിയായ നമ്മുടെ ചങ്ങാതി ഇവിടെ വല്ലാതെ വിക്ഷുബ്ധനായി ഉപയോഗിച്ചതായ പദപ്രയോഗങ്ങളെക്കാൾ സഭ്യതയുടെ സീമകൾ ലംഘിക്കുന്ന നിലയിലേക്ക് ഇദ്ദേഹത്തെക്കാൾ പ്രായമുള്ള ചില ആളുകൾ പറയുന്നത് ഇപ്പോൾ കാണാം നമ്മുടെ പ്രേക്ഷകർക്ക്. ഇപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്തിനാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വന്നത് എന്നത് അന്ന് ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം വന്നത് നല്ലതല്ലേ എന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ഈ ടെലിവിഷൻ ചർച്ചകൾക്ക് വന്നപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്, അദ്ദേഹം അങ്ങനെ വന്നതും കണ്ടതും അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു എങ്കിൽ അത് നല്ല കാര്യം എന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത്തരത്തിലൊരു സ്ഥലത്ത് വന്ന്, ഞാനിപ്പോൾ ആ പിഞ്ചു കുഞ്ഞിനെ അങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചതെല്ലാം ഒരു ഫോട്ടോഷൂട്ടാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടോട്ടെ അത്തരം കാര്യങ്ങൾ. പിഞ്ചു മക്കളോട് കള്ളം പറയണോ? എന്തിനാണ് കൊച്ചുകുട്ടികളോടടക്കം ഇങ്ങനെ അഭിനയിക്കുന്നത്? ഇവിടെ ഇത്തരമൊരു കാര്യത്തിൽ അങ്ങനെ പ്രത്യേക ധനസഹായം ഇന്ത്യ ഗവൺമെൻറ്റിന് പ്രഖ്യാപിക്കാൻ ഭരണഘടനാപരമായ ചുമതലയും അധികാരവും അവകാശവും ഉള്ളതാണ്. SDRF-നെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ ഞാൻ പറയാം. SDRF-ലേക്ക് ഈ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും തുക NDRF-ൽ നിന്ന് വകയിരുത്തുന്നത് ഫൈനാൻസ് കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അവരുടെ ശുപാർശയെ തുടർന്നാണ്. അല്ലാതെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുണ്ടായാൽ, വെള്ളപ്പൊക്കമുണ്ടായാൽ, ദുരന്തമുണ്ടായാൽ, ചുഴലിക്കാറ്റുണ്ടായാൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഗണിച്ചെടുത്തുകൊണ്ടല്ല ഈ ഫൈനാൻസ് കമ്മീഷൻ ഇങ്ങനെ നൽകുന്നത്. അങ്ങനെ നൽകുന്നതായിട്ടുള്ള SDRF-ലെ ഫണ്ടാണ് അടിയന്തര സാഹചര്യങ്ങളിൽ അവരുടെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത്. NDRF-ൽ നിന്ന് ഇത്തരത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് കൂടാതെ സ്പെഷ്യൽ പാക്കേജായി അല്ലെങ്കിൽ അത്തരത്തിൽ സ്പെഷ്യൽ അസിസ്റ്റൻസായി പ്രത്യേക സഹായമായി ചോദിക്കുന്നത് എന്തിനാണ്? ഒന്ന്, പുനരധിവാസവുമായി ബന്ധപ്പെട്ടതാണ്. എവിടെ ദുരന്തമുണ്ടായാലും ആദ്യത്തെ അവിടെ ചെയ്യേണ്ടത് എന്താണ്? റെസ്ക്യൂ ആണ്. രണ്ടാമത്തേത് റിലീഫാണ്.
പിന്നീട് വേണ്ടത് അവരുടെ റീഹാബിലിറ്റേഷനാണ്, അതിന് വേണ്ടത് റീകൺസ്ട്രക്ഷനാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം കേരളം ആവശ്യപ്പെടേണ്ടത് അപ്പോൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ഈ രേഖാമൂലമൊന്നും നൽകേണ്ടതായ ഒരു കാര്യമില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. തമിഴ്നാടായിരുന്നാലും അല്ല ആന്ധ്രാപ്രദേശ് ആയിരുന്നാലും അല്ല ഗുജറാത്ത് ആയിരുന്നാലും അതല്ല ഇനി സിക്കിമോ അല്ല ഇനി ഹിമാചൽ പ്രദേശോ ഏത് സംസ്ഥാനമായിരുന്നാലും നമ്മൾ ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യ ഗവൺമെൻറ് അത്തരത്തിലാണ് കാണേണ്ടത്. അങ്ങനെ അല്ല കാണുന്നത്. ഇവിടെ ഒരു ഭവനം അങ്ങനെ നിർമ്മിക്കാനായി SDRFിൽ നിന്നാണ് എങ്കിൽ ഇവിടെ NDRFിൻ്റെ മാനദണ്ഡങ്ങളനുസരിച്ച് എത്ര രൂപ കൊടുക്കാമെന്നാണ് ശരത്തെ ഇവർ പറയുന്നത്? 1,25,000 രൂപ വെച്ച് ഒരു ഭവനത്തിൻ്റെ പുനർനിർമ്മാണം അല്ലേ, പുതിയ കെട്ടിടം കിട്ടാനായിട്ട്. BJPയിലെ ചങ്ങാതിമാർ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവരുടെ വീട് ഒലിച്ചു പോയാൽ 1.25 ലക്ഷം രൂപ കൊണ്ട് ഒരു വീട് അത്തരത്തിൽ അവർക്ക് നിർമ്മിക്കാനായി കഴിയുമോ കേരള സംസ്ഥാനത്ത്? കഴിയില്ലല്ലോ. അവിടെ കേരളത്തിലെ സർക്കാർ അടക്കം അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നടക്കം പണം കൊടുത്തിട്ട് വേണം അങ്ങനെ 4 ലക്ഷം രൂപയെങ്കിലും കണ്ടെത്താനായി. ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ടൊരു കാര്യം പറഞ്ഞോട്ടെ. രക്ഷാപ്രവർത്തനത്തിന് നമ്മുടെ സൈനികർ വന്ന് അവർ നടത്തിയിട്ടുള്ള സേവനങ്ങളെ പ്രകീർത്തിക്കുകയാണ്. എൻ്റെ ബന്ധുക്കളടക്കം സൈന്യത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒരു പഴയ സൈനികൻ്റെ മകളാണ് എൻ്റെ ഭാര്യ. ഞാനിവിടെ പറയുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ എയർഫോഴ്സ് അടക്കം ആർമി അടക്കം അത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വന്നാൽ ഇന്ത്യ ഗവൺമെൻറ് ബില്ല് അടിച്ചു കൊടുക്കുകയാണ് അല്ലേ. നമ്മൾ ഒരു കടയിൽ പോയി സാധനം വാങ്ങിച്ചാൽ അല്ല ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ബില്ലടിച്ചു കൊടുക്കുന്നത് പോലെ ഇങ്ങനെ മനുഷ്യനെ രക്ഷിച്ചതിന് ബില്ലടിച്ചു കൊടുക്കുക. തീരുന്നില്ല ശരത്തെ. ആ പാവപ്പെട്ട ആളുകൾക്ക് ഇവിടെ ഭക്ഷണം കിട്ടാത്തതിനെക്കുറിച്ച് വല്ലാതെ കരയുകയുണ്ടായല്ലോ. അരി നൽകിയതിന് അരി ചാവൽ എന്ന് പറയും ഗോസായിമാരുടെ ഭാഷയിൽ. ഈ ദുരന്തത്തിൽപ്പെട്ട ഈ ആളുകൾക്ക് അത്തരത്തിൽ അരി നൽകിയതിന് ആ അരിക്ക് ബില്ലടിച്ച് തന്നു കേരളത്തിന്. എന്നിട്ടെങ്ങനെ SDRFിൽ നിന്ന് ഈ പണം അങ്ങോട്ടേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഒരു നയാ പൈസ അർഹമായത് ആ വിധത്തിൽ നൽകുകയില്ല എന്ന് മാത്രമല്ല, ഒരു കാരുണ്യവും കാണിക്കുകയില്ല എന്ന് മാത്രമല്ല, SDRF ഫണ്ടിലുള്ളത് ഇത്തരത്തിൽ അത് പെട്ടെന്ന് തിരിച്ചടയ്ക്കുക എന്നുള്ള നിലയിലേക്ക് ആ ബില്ല്, ഇത് മാർവാടി CC-കാരന് പോലും ഇതിനേക്കാൾ ഒരുപക്ഷെ മനുഷ്യത്വം ഉണ്ടാവും. ആ മനുഷ്യത്വം പോലും ഇന്ത്യ ഗവൺമെൻറ് കാണിക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. തമിഴ്നാടിനടക്കം നൽകിയത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയതിൻ്റെ കണക്കൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. അവർക്കും ലഭ്യമാകേണ്ടത് ലഭ്യമാകുക തന്നെ വേണം. ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഭരണഘടനാദത്തമായ അധികാരാവകാശങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം അധികാരത്തിൻ്റെ പ്രമത്തതയിൽ നുണ പറയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നുണയാണ്. എ ലൈ ഈസ് എ ലൈ, ഇറ്റ്സ് എൻ അട്ടർ ലൈ. ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് അദ്ദേഹത്തെ പോലുള്ളവർ. റൈറ്റ്. അനിൽ ബോസ്, ഇതൊരു വലിയ നുണയാണ് എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ വാസ്തവ വിരുദ്ധമായി ഈ വിഷയത്തെ സമീപിക്കുന്നു. അത് ഒരു തരത്തിലും മനുഷ്യത്വപരമല്ല. പല സംസ്ഥാനങ്ങൾക്കും നമുക്കറിയാം, മുൻപ് തന്നെ നമ്മുടെ നാട്ടിൽ പ്രളയമൊക്കെ വരുന്നതിന് ഉത്തരാഖണ്ഡിലൊക്കെ മിന്നൽ പ്രളയം ഉണ്ടായ ഘട്ടത്തിലൊക്കെ ഇതുപോലെ സ്പെഷ്യൽ പാക്കേജുകൾ, പ്രത്യേക ധനസഹായം പ്രഖ്യാപിക്കുക പതിവാണ്. കർണാടക കഴിഞ്ഞ ബജറ്റിൽ ഞാൻ ഓർക്കുന്നു, ഈ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ യെദ്യൂരപ്പ സർക്കാരിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സഹായിക്കുന്നതിനുള്ള ബഡ്ജറ്റിൽ വളരെ ഉദാരമായൊരു വരൾച്ച പാക്കേജ് ഉൾപ്പെടുത്തി. ഈ ന്യായവും കണക്കും ഒന്നും അതിലില്ല. പക്ഷേ അങ്ങനെ വലിയ ദുരന്തം, സമാനതകളില്ലാത്ത കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം, 500-ൽ പരം മനുഷ്യർ നഷ്ടപ്പെട്ടു പോയ ഒരു ദുരന്തത്തിൽ, ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതായിപ്പോയ ദുരന്തത്തിൽ ഈ ന്യായം പറഞ്ഞു നിൽക്കുകയാണ്. നേരത്തെ മുൻ MP കൂടിയായ ഡോക്ടർ സമ്പത്ത് പറഞ്ഞതുപോലെ പ്രത്യേക ധനസഹായം പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന്, അടിയന്തര സഹായം പ്രഖ്യാപിക്കുന്നതിന് മറ്റൊരു തടസ്സങ്ങളുമില്ല. അത് എക്സർസൈസ് ചെയ്യാൻ 4 മാസമായി തയ്യാറായിട്ടേയില്ല. ഇത് ചോദിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, BJP പ്രതിനിധി തന്നെ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കിട്ടിയിട്ട്, അന്തിമ റിപ്പോർട്ട് കിട്ടിയിട്ട്, വാദത്തിന് അത് സമ്മതിച്ചാൽ തന്നെ കിട്ടിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അപ്പോഴും ആഭ്യന്തരമന്ത്രി പറയുന്നത് എന്താണ്? പ്രത്യേക ധനസഹായം നൽകില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇത് വലിയ തരത്തിലുള്ള വിവേചനമാണ്. അത് കേരളീയർക്ക് വളരെയധികം ബോധ്യപ്പെടും വിധത്തിലേക്ക് മാറപ്പെട്ടിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിൻ്റെ ഈ സമീപനം? ശ്രീ അനിൽ ബോസ്. അല്ല, ഇന്ന് തമിഴ്നാടിന് ഏറ്റവും അടുത്ത ദിവസം സംഭവിച്ച ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഈ പറയുന്ന റിപ്പോർട്ടുകൾക്കൊന്നും കാത്തിരിക്കാതെയാണല്ലോ ധനസഹായം അനുവദിച്ചത്. ചോദിച്ചത്രയും കൊടുത്തില്ലെങ്കിലും ഏതാണ്ട് 900 കോടി രൂപയോളം അനുവദിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഒരു സംഭവം നടന്ന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് തമിഴ്നാടിന് അനുവദിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കാം. അത് കേരളത്തിന് അനുവദിക്കാൻ ചട്ടവട്ടക്രമങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പ്രതിഷേധാർഹമാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട്, ചൂരൽമല സംഭവവുമായി ബന്ധപ്പെട്ട്
കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത്, UDF പോയിട്ടുള്ളത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും നിരുപാധിക പിന്തുണ നൽകിയിട്ടുണ്ട്. ആ നിരുപാധിക പിന്തുണയുടെ തുടർച്ചയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗങ്ങൾ, BJP പ്രതിനിധി ഒഴികെ രാജ്യസഭാംഗങ്ങളടക്കം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടാവശ്യപ്പെട്ടത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ക്ഷേമ പദ്ധതിക്ക് വേണ്ടിയല്ലല്ലോ, ഒരു പൊതുവായ പദ്ധതിക്ക് വേണ്ടിയാണ്. ഒരു പുനരധിവാസം ഉൾപ്പെടെയുള്ള ആ പ്രദേശത്ത് ദുരിതമനുഭവിക്കുന്ന ആളുകൾ ഇന്ന് നമുക്ക് ഏതാണ്ട് 4 മാസം പിന്നിട്ട് 5-6 ദിവസം കൂടി കഴിയാണ്. ഏതാണ്ട് 130 ദിവസത്തിലെത്തി നിൽക്കുകയാണ്. ഇപ്പോഴും 47ഓളം ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ അന്വേഷണം എന്നുള്ള നിലയിൽ 44 പേരുടെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നില്ല. അത് കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞാലും കേരളത്തിനെ കുറ്റം പറഞ്ഞാലുമുള്ള അവസ്ഥ അതാണ്. അപ്പോൾ അത് കൃത്യമായ പരിശോധനകൾ, അതിൻ്റെ തുടർച്ച അതുണ്ടാകുന്നില്ല എന്നുള്ളത് പകൽ പോലെ യാഥാർത്ഥ്യമാണ്. അത് വേണമെങ്കിൽ എനിക്ക് സംസ്ഥാനത്തിനെ കുറ്റം പറയാം, കേന്ദ്രത്തിനെ കുറ്റം പറയാം. ഞാൻ അതല്ല, ആ നിലയിലല്ല ഈ വിഷയത്തെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാക്കിയ ഷോക്ക് വളരെ വലുതാണ്. അതിന് പരിഹാരം അടിയന്തരമായിട്ടുണ്ടാകണം. അവിടെ താമസിക്കുന്ന ആളുകളുടെ വാടക കൊടുക്കാനില്ലാത്ത പ്രശ്നമുണ്ടെങ്കിൽ അത് സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധിക്കണം. ആ സംസ്ഥാന ഗവൺമെൻറ് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് അവർക്ക് ജീവിക്കാൻ മാർഗമില്ല, അവർക്ക് ഭക്ഷണമില്ലെങ്കിൽ അത് അന്വേഷിക്കണമെന്നേ, അതൊക്കെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യണം. പക്ഷേ അതും ഇതുമായിട്ട് നമ്മൾ ക്ലബ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ 2200 കോടി രൂപയുടെ ധനസഹായം വേണം ഇവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് എന്നുള്ള നിലയിൽ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണമെന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ പോസിറ്റീവായി പ്രതികരിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. ആഭ്യന്തരമന്ത്രിയുടെ കത്തെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം മാത്രമാണ് ഞാൻ കാണുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കത്തിൽ രാഷ്ട്രീയം മാത്രമാണ്. പ്രിയങ്ക ഗാന്ധിക്ക് മറുപടി കൊടുത്തു, ഇന്ന കാരണങ്ങളെ റിപ്പോർട്ട് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. സമയബന്ധിതമായി ചെയ്യാത്തതിൽ സംസ്ഥാന ഗവൺമെൻറ് പറ്റിയിട്ടുള്ള പിഴവുകളെ സംബന്ധിച്ച് നമുക്ക് മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യാം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് കൃത്യമായി മെൻഷൻ ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇതിനെ വഴിമാറ്റി കേരളത്തിലെ LDF UDF തർക്കമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണെങ്കിൽ അതിൽ കുറുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ പാളിച്ചകൾ ഉള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം രാഷ്ട്രീയമായി ഉപയോഗിക്കാതെ ഞങ്ങൾ നിരുപാധിക പിന്തുണ കൊടുത്തവരാണ്. നാളെ അത് മാറ്റി പറയേണ്ട സാഹചര്യം വരുമ്പോൾ അത് ആലോചിക്കുക. ഇപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഇപ്പം നമ്മുടെ ആവശ്യം കേരളത്തിൻ്റെ പൊതു താല്പര്യമാണ് കേന്ദ്ര ഗവൺമെൻറ് അടിയന്തര സഹായം കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ തന്നെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന, ഇന്ന് ഈ ചർച്ച നടക്കുമ്പോൾ കാണുന്നതാണല്ലോ തമിഴ്നാട്ടിന് നൽകിയ സഹായം. ആ സഹായം അവിടെ നൽകാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നൽകി? ഞാൻ ഒരു കാര്യത്തോട് യോജിക്കുകയാണ്. ശ്രീ സമ്പത്ത് പറഞ്ഞ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. അരി വിതരണവുമായി ബന്ധപ്പെട്ട്, അതിന് പണം വിനിയോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ കൃത്യമായൊരു പരാമർശം നടത്തി. ഇതൊന്നും ഇത്തരം ഒരു ദുരന്തത്തിൽ വെച്ച് കണ്ടീഷൻ വെച്ച് ചെയ്യേണ്ട കാര്യമല്ല. കണ്ടീഷൻ വെച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണമുണ്ട്, ആ പണം കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ, ആ വിനിയോഗിക്കണം, ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം അതീവ ഗൗരവമുള്ള ഗവൺമെൻറ് ഇപ്പം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. BJPക്ക് അതിൻ്റെ അകത്ത് ഒരു മൗനമാണ്. ഇപ്പോൾ ഒരു കാര്യം പറയാം, ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഇവർക്ക് വല്ല വ്യക്തിപരമായി ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യമാണോ? അങ്ങനെ പ്രഖ്യാപിച്ചാൽ അതിന് തത്തുല്യമായി സഹായം ചെയ്യേണ്ടി വരും. ആവശ്യപ്പെട്ടിട്ട് എത്രയോ കാലമായി, എത്രയോ മാസങ്ങളായി. L3 അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തം, എന്താ സംശയമുണ്ടോ അങ്ങനെയല്ല നടന്നതെന്ന്? അത് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി, ലോകമെമ്പാടുമുള്ള മനുഷ്യന് മനസ്സിലായി. മതവും ജാതിയും ഭാഷയും ഒന്നും നോക്കാതെ മനുഷ്യരെല്ലാം ഇവിടേക്ക് പണം എത്തിക്കുമ്പോൾ BJP സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പണം തന്നില്ലേ എന്ന നിലയിലേക്ക് അതിനെ പരിമിതപ്പെടുത്തുകയാണ്. അപ്പോൾ നാടിന് മനസ്സിലായ ഒരു ദുരന്തത്തെ അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായിട്ട് പോലും കാണാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതിൻ്റെ പിന്നിലെ മനോഭാവം അനിൽ ബോസ് പറഞ്ഞ പോലെ വളരെ ക്ലിയർ അല്ലേ അനിൽ ബോസ്? അല്ല, ഇതിനകത്ത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യമാണ്. ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ എന്തിനാണ് പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുന്നത്? ആ നിർദ്ദേശം വയ്ക്കുന്നതിൻ്റെ കാരണം വയനാടിനെ റീബിൽഡ് ചെയ്യുക എന്നത് തന്നെയാണ്. അങ്ങനെ റീബിൽഡ് ചെയ്യാൻ കഴിയുന്ന സാമ്പത്തിക സഹായവും പദ്ധതികളും കിട്ടുന്നതിന് വേണ്ടിയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത്. അല്ലാതെ മറ്റേതെങ്കിലും വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതി പണമാണെന്നേ ഇങ്ങോട്ട് തരാൻ പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ബാധ്യത, ഈ സംസ്ഥാനങ്ങൾ പിരിച്ചു കൊടുക്കുന്ന നികുതി
അത് വൺ നേഷൻ വൺ ടാക്സ് എന്ന് പറയുന്ന നിലയിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിച്ചുകൊണ്ടുപോകുന്ന നികുതിയിൽപ്പെട്ട ശരിയായ വിഹിതം ഇത്തരം ദുരന്തമുഖത്ത് കേരളത്തിനെ മാത്രം ഒഴിച്ചു നിർത്തുക, കടുത്ത വിവേചനം കാട്ടുക, തൊട്ട അയൽപ്പക്കത്ത് പോലും കൊടുക്കുക, തൊട്ട് മുമ്പുണ്ടായ കൊടുക്കേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ പെരുമാറുമ്പോൾ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ തൊടുന്യായം പറഞ്ഞും അവിടെ അത് കൊടുത്തില്ല ഇത് കൊടുത്തില്ല, അത് അൽബോസ് പറഞ്ഞത് ശരിയാണ്, അത് പരിശോധിച്ചും അതിനകത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ പരിശോധിച്ചും പോകേണ്ടതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തരത്തിലാണോ ഒരു കേന്ദ്ര സർക്കാർ ഒരു നാടിനോട് പെരുമാറേണ്ടത്? കാതലായ ചോദ്യം അതാണ്. ആ ചോദ്യത്തെ ബലപ്പെടുത്തുകയാണ് ഈ കേരളത്തിലെ എം പിമാർക്ക് ആഭ്യന്തരമന്ത്രി കൊടുത്ത കത്തിലെ ഓരോ വാചകവും. ഇന്നിപ്പോൾ റവന്യൂ മന്ത്രി ഇതേക്കുറിച്ച്, കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ഈ കത്തും ഈ വിവരങ്ങളും ആഭ്യന്തരമന്ത്രിയുടെ സമീപനവും വന്ന ശേഷം ഷാജി രാഘവൻ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ കൂടി കണ്ടുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് തന്നെയാണ് വരുന്നത്. മന്ത്രി രാജന്റെ പറഞ്ഞത് കേട്ടിട്ട് ശ്രീ ഷാജി രാഘവൻ, ഞാൻ അതാണ് പറഞ്ഞത്, പ്രൊഡക്ഷനിൽ കേൾക്കാഞ്ഞിട്ടാണ്. റവന്യൂ മന്ത്രി പറഞ്ഞതൊന്ന് കാണാം. കേരളം ആദ്യം കൊടുത്ത നിവേദനത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. ആ 3 കാര്യങ്ങളിൽ ഒന്നുപോലും നടപ്പിലാക്കിയിട്ടില്ല. അതാണ് പ്രശ്നം. കേരളം പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്ന്, കേരളത്തിൽ നടന്ന ഈ ദുരന്തത്തെ L3 പ്രകാരം ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറിൽ പെടുത്തണം. അപ്പോൾ ദേശീയ ഗവൺമെൻറ്റിന് കടങ്ങൾ എഴുതി തള്ളാൻ സെക്ഷൻ 13 പ്രകാരം അവസരം ഉണ്ടായത് ഇതുവരെ വിനിയോഗിച്ചിട്ടില്ല. 3ാമത്തെ കാര്യം അഡീഷണൽ അസിസ്റ്റൻസ് ആണ്. 1202 കോടി രൂപയുടെ നഷ്ടമുണ്ടായ കേരളത്തിൽ ഹിമാചലിലും ത്രിപുരയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ കൊടുത്തതുപോലെ കേരളത്തിന് അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കണം എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടും ഈ 4 മാസക്കാലമായി അതിനെക്കുറിച്ച് ഒരു നിർദ്ദേശവുമില്ല. ആഗസ്റ്റ് 17 കേരളം കൊടുത്ത നിവേദനം എവിടെ പോയി? ആ മെമ്മോറാണ്ടം എവിടെ പോയി? റൈറ്റ്. ഷാജി രാഘവൻ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓഗസ്റ്റ് 17 കേരളം ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. ഇതാണ് ഇതിലെ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, L3 ഡിസാസ്റ്റർ, നമ്മളിവിടെ നേരത്തെ പറഞ്ഞത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കണം, ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത്തെ, സെക്ഷൻ 13 പ്രകാരം കടങ്ങൾ എഴുതിത്തള്ളണം. അതിൻ്റെ സഹായം ആ ദുരന്ത ഭൂമിയിലെ ദുരന്ത ബാധിതർക്കാണ്. അത് വന്നാൽ മാത്രമേ പൊതുമേഖലാ ബാങ്കുകൾ ശക്തമായി നീങ്ങൂ. ഇതിപ്പോൾ മൊറട്ടോറിയം, ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമാണ്. വായ്പകൾ എഴുതിത്തള്ളണം, ഭവന വായ്പകൾ, വാഹന വായ്പകൾ, വാഹനങ്ങൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരിലെ ആ 3 ഗ്രാമങ്ങളിൽ. അപ്പോൾ എല്ലാവരും നഷ്ടപ്പെട്ടു പോയവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിൽക്കുന്നു. ഈ വായ്പകൾ എഴുതിത്തള്ളണം. ശരിയായ ആവശ്യമല്ലേ, അതിൽ ഇടപെടേണ്ടതും ആക്ട് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരല്ലേ? അതുപോലെ തന്നെയാണ് സ്പെഷ്യൽ അസിസ്റ്റൻസ്. നോക്കൂ, അതിൽ റവന്യൂ മന്ത്രി പറയുന്നു എത്ര സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു, കേരളത്തെ മാത്രം വിവേചനപരമായി മാറ്റി നിർത്തുന്നു. ഓഗസ്റ്റ് 17 കൊടുത്ത ഒരു നിലപാടാണ്, ഇതാണ്. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ അവിടെ എത്തി പ്രധാനമന്ത്രിയെ കണ്ട് വീണ്ടും ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. വയനാട്ടിൽ വന്ന പ്രധാനമന്ത്രി പറഞ്ഞതെന്താണ്? പണം ഒരു പ്രശ്നമല്ല, എല്ലാ തരത്തിലും കൂടെയുണ്ട്. ഇതാണോ കൂടെയുള്ളത്? ഇങ്ങനെയാണോ സമീപനം? എന്നിട്ട് കണക്ക് പറയുകയാണ്. കൃത്യമായി തരേണ്ട പണം തരാതെ, സ്പെഷ്യൽ സഹായം തരാതെ, ഫിനാൻസ് കമ്മീഷൻ അവാർഡ് ചെയ്ത SDRFൽ തരുന്ന പണം, അതിൻ്റെ തന്നെ അടുത്ത ഗഡു. അതാണ് വിചിത്രം. 153 കോടി രൂപ മാത്രം അനുവദിക്കാൻ തീരുമാനിച്ചു എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അതിൽ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ ബാക്കിയുള്ള തുകയുടെ 50% ഈ 153 കോടി അഡ്ജസ്റ്റ് ചെയ്യാനിരിക്കുകയാണ്. അത് കേരളത്തിൻ്റെ പൊതുവായ ദുരന്തമുഖത്തിന് ആകെ ചെലവഴിക്കാനുള്ളതാണ്. ഫിനാൻസ് കമ്മീഷൻ അവാർഡ് ചെയ്യുന്നതാണ്. ഡോക്ടർ സമ്പത്ത് നേരത്തെ പറഞ്ഞതുപോലെ അത് വയനാടിന് വേണ്ടിയുള്ള സ്പെഷ്യൽ അസിസ്റ്റൻസ് അല്ല, കേരളം ഡിമാൻഡ് ചെയ്യുന്നതാണ്. അതിനു മുമ്പിലാണ് കേന്ദ്ര സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നത്. ഷാജി രാഘവൻ സാർ, പാർലമെന്റിൽ വളരെ അനുഭവ സമ്പത്തുള്ള MP ആയിരുന്നു നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ സമ്പത്ത്. അദ്ദേഹം കള്ളത്തരങ്ങൾ പറയുന്നു എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. എനിക്ക് വളരെ വിഷമമുണ്ട് സാർ. സത്യത്തിൽ കള്ളങ്ങൾ സാറാണ് നുണ പറഞ്ഞത് സാർ. ഇവിടെ റവന്യൂ മന്ത്രി 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതിനോട് സബ്സിക്വന്റ് ആയിട്ട് ബഹുമാന്യനായ നമ്മുടെ അവതാരകൻ ശരത്തും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. സാർ, താങ്കളും പറഞ്ഞതും കള്ളവാ സാറേ. ഞാനൊരു 1-2 ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. വളരെ സിമ്പിളാണ്. എന്തേ കണക്കുകൾ പറയുമ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അസ്വസ്ഥപ്പെടുന്നത്? ഒരു നാടിന്റെ വികാരമാണ്. നിങ്ങൾ സ്പെഷ്യൽ അസിസ്റ്റൻസ് എന്തുകൊണ്ട് ഈ ഗ്രാമങ്ങൾക്ക് നൽകുന്നില്ല? ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞു. സ്പെഷ്യൽ അസിസ്റ്റൻസ് ഉൾപ്പെടെയുള്ള
ആ നാടിന്റെ മുഴുവനായ ഡെവലപ്മെന്റിന് വേണ്ടി അതിനെ തിരിച്ചു കൊണ്ടിരുന്നതിന് ആവശ്യമായിട്ടുള്ള PDNA റിപ്പോർട്ട്, അതല്ലേ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട്. താങ്കൾ പറഞ്ഞ പരിചയസമ്പന്നനായ മുൻ എം പി ഡോക്ടർ സമ്പത്ത് പറഞ്ഞതാണ് സ്പെഷ്യൽ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഈ സർക്കാർ തന്നെ അത് കൃത്യമായി കാട്ടിത്തന്നിട്ടുണ്ട്. തങ്ങൾക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് വന്നാൽ ഒരു ചട്ടവും റൂളും പറയാതെ ആ മനുഷ്യരനുഭവിക്കുന്ന വേദനയ്ക്കൊപ്പം നിന്ന് പ്രഖ്യാപനം നടത്തുന്നു. എന്തേ കേരളത്തോട് അത് കാട്ടാത്തത്? നിങ്ങൾ എന്നിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ചെടുക്ക്. മൂന്ന് തവണ അപേക്ഷ കൊടുത്തു, കൃത്യമായ ആവശ്യങ്ങൾ ഡിമാൻഡ് ചെയ്തു. പിന്നല്ലാതെ നിങ്ങൾ കൃത്യമായ ആവശ്യങ്ങൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ റിപ്പോർട്ട് കൊടുത്തത് എന്നാണെന്ന് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളിപ്പോ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല. ഇവിടെ സമ്പത്ത് സാർ ഇവിടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. സമ്പത്ത് സാർ, ഞാൻ താങ്കളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ കരുതിയത് അനിൽ ബോസ് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരും. അനിൽ ബോസ് ഒരു ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നിർഭാഗ്യവശാൽ അദ്ദേഹം ചോദിച്ചില്ല. അനിൽ ബോസ് ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ചോദ്യം, സംസ്ഥാന ഗവൺമെന്റിന് എന്തുകൊണ്ട് ഈ 115 ദിവസം വേണ്ടി വന്നു ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കൊടുക്കാൻ? ഈ റിപ്പോർട്ട് കൊടുക്കാതെ കേന്ദ്രം പണം അനുവദിക്കണം എന്ന് പറയുന്ന ബാലിശമായിട്ടുള്ള നിലപാട്, അതുകൊണ്ട് എങ്ങനെയാണ് സമ്പത്തിന്റെ മറുപടി അദ്ദേഹം ആവർത്തിക്കുന്നു. ഇവിടെ ഒരു കാര്യം ഞാൻ അതെ ശരത്തെ, ഞാൻ വേറെ തർക്കത്തിനൊന്നുമല്ല. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാചകങ്ങൾക്ക് നന്ദി. അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ആ നല്ല വാചകങ്ങളെല്ലാം ഇപ്പം ഇങ്ങോട്ട് എടുത്തുകൊണ്ടൊന്നും പോകുന്നില്ല. ഷാജി ഒറ്റ മിനിറ്റ്. ജൂലൈ മാസം ഷാജി, അതേക്കുറിച്ച് താങ്കൾ പറഞ്ഞതിനെ കുറിച്ച് താങ്കൾ രണ്ടാം തവണ ആവർത്തിച്ചു. സമ്പത്ത് അതേക്കുറിച്ച് മറുപടി പറയണമല്ലോ, പറയട്ടെ. എന്റെ സമയം ചുരുക്കിക്കോളൂ. അടുത്തത് ജൂലൈ 30-ാം തീയതി പുലർച്ചെയാണല്ലോ ഈ വയനാട് മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമട്ടം, കുഞ്ഞോം അവിടെയെല്ലാം ഉരുൾപൊട്ടലുണ്ടായത്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു എന്നുള്ളതിനെ പറ്റി യാതൊരു സംശയവുമില്ല. മറ്റ് ചില BJP നേതാക്കൾക്ക് മാത്രമേ ഉള്ളൂ അവിടെ ചില ഇങ്ങനെ അവിടെ ഇവിടെ എന്നൊക്കെ ഉള്ളത്. മനുഷ്യ ജീവനുകൾ ഒലിച്ചു പോയതും ഒരിക്കലും അതൊന്നും ഈ ഭൂമുഖത്തെ ഇല്ല എന്നുള്ളതെല്ലാം അവിടെ ഇരിക്കട്ടെ. തൊട്ടുപുറകെ ആഗസ്റ്റ് 10-നാണല്ലോ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ദുരന്തമുഖത്ത് വന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ടിൻ്റെയും ആവശ്യമില്ലാതെ തന്നെയാണ് ഇന്ത്യ സൗഹാർദ്ദത്തിൻ്റേതായ ഹസ്തങ്ങൾ നീട്ടിക്കൊണ്ട് ലോകത്തിലെ പല രാഷ്ട്രങ്ങൾക്കും ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ നൽകിയിട്ടുള്ളത്. ലോകത്തിന് പലയിടത്തും പല രാജ്യങ്ങളിലും നൂറുകണക്കിനും ആയിരക്കണക്കിനും കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ശരീരഭാഗമായിട്ടുള്ള ഒരു നാട്ടിൽ ഈ പറയുന്നതിന് റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടാൻ വൈകുന്നു എന്നുള്ളതിൻ്റെ ഇരിക്കട്ടെ. ഓഗസ്റ്റ് 17-ന് ദുരന്തത്തിലുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധി NDRFിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ഇനം തിരിച്ചാണ് സംസ്ഥാന ഗവൺമെൻറ് നൽകിയത്. തീയതി ഞാൻ പറഞ്ഞേ. ഇത് 1202 കോടി രൂപയുടെ പ്രാഥമികമായ സഹായമാണ് ആവശ്യപ്പെടുന്നത്. പ്രധാനമന്ത്രി വന്നു, അത് കഴിഞ്ഞിട്ട് NDRFിൻ്റെ ആ ദൗത്യസംഘവും വന്നു. അതും കൂടി ആലോചിക്കണം. കേരളം കൊടുക്കുന്നതിൻ്റെ മാത്രം NDRFിൻ്റേതായിട്ടുള്ള പ്രതിനിധികൾ എന്താ വന്നത് ഇവിടെ വന്നിട്ട് എന്താ ഇത് ഈ പറയുന്ന ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ള നിലയിലേക്ക് ഒരു പുതിയ ടൂറിസം അങ്ങനെയാണോ അവർ കാണാനായിട്ട് വന്നത്? നേരത്തെ നൽകിയ മെമ്മോറാണ്ടത്തിന് പുറമേ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് നടത്തിക്കൊണ്ട് വീണ്ടും നടത്തി. എങ്ങനെ? നവംബർ 13-നാണ് ഇന്ത്യ ഗവൺമെൻറ്റിന് വീണ്ടും അത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്തത്. ഇതിൽ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റായി മേപ്പാടിക്ക് 2221 കോടി രൂപയും വിലങ്ങാടിന് 98.1 കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് ഇത് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് കൊണ്ട് ഇത് വൈകിയത് കൊണ്ടാണ് എന്നാണ് വിചിത്രവാദം, അല്ലേ? അപ്പോൾ ആഭ്യന്തരമന്ത്രി കേരളത്തിലെ MP-മാരോട് പറഞ്ഞ മറുപടി എന്താ? ഇവിടെ ഈ പറഞ്ഞത് BJP നേതാക്കൾ വല്ലാതെ ഇങ്ങനെ ഈ പറഞ്ഞ് അച്ഛൻ പത്തായത്തിലുമില്ല എന്ന് പറഞ്ഞ് വല്ലാതെ വാദിക്കരുത് കേട്ടോ. ഈ ക്ലാരിറ്റിക്ക് വേണ്ടി താങ്കളോട് ഒന്നുകൂടി ചോദിച്ച ശേഷം ഞാൻ ഷാജി രാഘവനിലേക്ക് പോകും. അതായത് അദ്ദേഹം തൂങ്ങി നിൽക്കുന്ന വളരെ കാര്യമായി അദ്ദേഹത്തിൻ്റെ ഒരു പിടിവള്ളി ഞാൻ അങ്ങനെ തന്നെയാണ് കാണുകയാണ്. അത് ആ നിലയിൽ ശക്തമായ പ്രതിഷേധം കേന്ദ്ര സമീപനത്തോട് ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. PDNA പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് നവംബർ 13-നല്ലേ കൊടുത്തത്? താങ്കളിപ്പോൾ പറഞ്ഞത് മുൻപ് കൊടുത്തത് പരിഗണിക്കാതെ വന്നതുകൊണ്ട് അത് വീണ്ടും കൊടുക്കേണ്ടി വന്നു. ആ തീയതിയിൽ തൂങ്ങിയാണോ ഷാജി രാഘവൻ അന്നല്ലേ കൊടുത്തത് എന്ന് പറയുന്നത് എന്നാണോ ഡോക്ടർ സമ്പത്ത് പറയുന്നത്? ശരത്തെ, ഞാൻ തീയതി കൃത്യമായി പറഞ്ഞല്ലോ. ആഗസ്റ്റ് 10-ന് ഇത് ജൂലൈ 30-ന് ദുരന്തം ഉണ്ടാവുന്നു. ആഗസ്റ്റ് 10-ന് PM ഇവിടെ വരുന്നു. ആഗസ്റ്റ് 17-ന് പ്രാഥമികമായ റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ടിൽ യാതൊരു നടപടിയും ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്നില്ല. ഇതിന് തുടർന്നതിന് ശേഷമാണ് വിശദമായ റിപ്പോർട്ട്, അത് ആവശ്യപ്പെടാവുന്ന തുക, എന്നാൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള തുക, ഇത് രണ്ടും തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതും കയ്യിൽ കിട്ടി, എന്നിട്ടും ഈ പണം നൽകുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഞാനൊരു കാര്യം, നമ്മളിപ്പോൾ ഈ കാര്യം ചോദിക്കുന്നത്, ഞാൻ ഇപ്പോൾ
1996 ഞാൻ പാർലമെന്റ് അംഗമായി 11ാം ലോക്സഭയിലുള്ള കാലത്താണ് ഈ ആന്ധ്രാപ്രദേശിൽ ചുഴലിക്കാറ്റിൽ അങ്ങനെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ 20 ലോക്സഭാംഗങ്ങളും 9 രാജ്യസഭാംഗങ്ങളും ഞങ്ങളുടെ MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഒരു വിഹിതം അന്നത്ര ആന്ധ്രാപ്രദേശിന് കൊടുത്തിട്ടുണ്ട്. തീരുന്നില്ല. ഇവിടെ ഈ 2001 ആണ്ടിലാണ് ഗുജറാത്തിൽ കച്ചിൽ അത്തരത്തിൽ വല്ലാതെ ദുരന്തമുണ്ടായത്, ഭൂകമ്പമുണ്ടായത്. അങ്ങനെ കച്ചിൽ അങ്ങനെ ദുരന്തമുണ്ടായപ്പോൾ CPIM-ൻ്റെ MP-മാരടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള LDF-ഉം UDF-ഉം ആ MP-മാർ 20 അധികം 9 MP-മാർ 50 ലക്ഷം രൂപ വീതമാണ് അവരുടെ MP ഫണ്ടിൽ നിന്ന് അങ്ങനെ ഗുജറാത്തിന് നൽകിയിട്ടുള്ളത്. ഞങ്ങൾ ആരും രാഷ്ട്രീയം കണ്ടല്ല. ഇവിടെ L3-യിലാണ് ഇത് പെടുത്തിയിരുന്നത് എങ്കിൽ ഇന്ത്യയിലെ ലോക്സഭാംഗങ്ങളുടെയും രാജ്യസഭാംഗങ്ങളുടെയും MP ലാഡ്സിൽ നിന്ന് ഇവിടെ ഈ പുനരധിവാസത്തിന്, റീകൺസ്ട്രക്ഷന്, റീബിൽഡിങ്ങിന് അത്തരത്തിൽ അവർക്ക് പണം നൽകാനായി കഴിയുമായിരുന്നു. ഇപ്പോൾ അത് കഴിയില്ല. MP ലാഡ്സിന്റെ ഗൈഡ് ലൈനിൽ അത് വരുന്നില്ല. വരണമെങ്കിൽ ഇവിടെ കേരളത്തിന്റെ റവന്യൂ മന്ത്രി പറഞ്ഞതുപോലെ ഇത് ലെവൽ 3-ൽ ഇത് പെടുത്തണം. അതും ചെയ്യാൻ തയ്യാറല്ല, തരികയുമില്ല, ആരും കൊടുക്കാനായിട്ട് സമ്മതിക്കുകയുമില്ല. ഈ മുട്ടാപ്പോക്ക് ന്യായം പറയുകയും ചെയ്യും. ഇതിലൊക്കെ ഒന്ന് പോയിന്റ് ചെയ്ത് വരാം. ഷാജിയുടെ ഊഴം തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ടാണ് ഷാജി 3 തവണയാണ് അപേക്ഷകൾ കൊടുത്തത്. 3 തവണ. ആ 3 തവണ അപേക്ഷ കൊടുത്തപ്പോഴും ഏതെങ്കിലും അപാകത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുറി വരികയുണ്ടായില്ല. കേരള ഹൈക്കോടതിയിൽ ഉത്തരവാദിത്തത്തോടെ സർക്കാർ പറഞ്ഞിട്ടുള്ളതാണ്, ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ഇതേതെങ്കിലും മാധ്യമ ചർച്ചയുടെ ഭാഗമായി നമ്മൾ പറയുന്നതല്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിലാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. ആ കേസ് ഹൈക്കോടതി എടുത്തിട്ടും ഈ വാദിക്കുന്ന ചാനൽ ചർച്ചകളിൽ വന്ന് BJP വാദിക്കുന്ന വീറും വാശിയുമൊന്നും കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയിൽ ഇല്ലെന്നേ. കാരണം കൃത്യമായ സത്യവാങ്മൂലം കൊടുക്കാൻ പലതവണ കോടതി തന്നെ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല. ഇന്നും അത് സംഭവിച്ചു. ഇന്നും കോടതി ചോദിച്ചു എത്ര കൊടുത്തു, ഇനി എത്ര കൊടുക്കാനുണ്ട്, ഇതിൻ്റെ ശരിയായ കണക്കുകൾ നാളെ തരണം. ശനിയാഴ്ച അവധി ദിവസമാണെങ്കിലും ഹൈക്കോടതി കേൾക്കാൻ പോവുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോടും പറഞ്ഞിരിക്കുകയാണ് തരണം. ഇവർ ഈ പറയുന്നത് ശരിയാണോ എന്ന് അറിയണമല്ലോ, ക്രോസ് ചെക്ക് ചെയ്യണമല്ലോ. ഈ പറയുന്ന സമീപനമാണ് ഇവിടെ ഡോക്ടർ സമ്പത്ത് പറഞ്ഞത് കേട്ടില്ലേ. ഈ പറഞ്ഞ PDNA റിപ്പോർട്ട് നവംബർ 13-നല്ലേ കൊടുത്തതെന്ന് താങ്കൾ ചോദിക്കുമ്പോൾ അതിനു മുമ്പ് പലതവണ കൊടുത്തിട്ടും അതിൽ തീരുമാനവും ഇടപെടലും ഇല്ലാത്തത് കൊണ്ടാണ് നവംബർ 13-ന് വീണ്ടും കൊടുത്തത്. അതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് അമിത്ഷാ എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അതുകൊണ്ടാണ് അദ്ദേഹം നുണയെന്ന് പറഞ്ഞത്, ശരിയല്ല എന്ന് കേരളം പറയുന്നത്, ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. ഇനി ഷാജിക്ക് പറയാം. സർ, ജൂലൈ 30 വയനാട്ടിൽ ദുരന്തം ഉണ്ടാകുന്നു. നമ്മൾ ആലോചിക്കണം, ആഗസ്റ്റ് 2 തന്നെയാണ് സമ്പത്ത് സാർ പറഞ്ഞ കമ്മിറ്റി, അതായത് ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം IMCT രൂപീകരിക്കുക. സ്റ്റേറ്റ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടല്ല. വയനാട്ടിൽ ദുരന്ത നിവാരണത്തിന് വേണ്ടി നാമൊക്കെ തന്നെ പ്രവർത്തിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇന്റർ മിനിസ്റ്റീരിയൽ ടീമിനെ നിശ്ചയിച്ചു. അവർ 8 മുതൽ ആഗസ്റ്റ് 8 തൊട്ട് 10 ദിവസം വരെ വയനാട്ടിൽ സന്ദർശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇമ്മീഡിയറ്റ് റിലീഫിന് വേണ്ടിയിട്ടാണ് നവംബർ 153.47 കോടി രൂപ കൊടുക്കുന്നത്. അത് മാത്രവുമല്ല, കോടതിയിലും പറഞ്ഞിട്ടുണ്ട്, ഡിസാസ്റ്റർ ഫണ്ട്, സംസ്ഥാനത്തിന്റെ ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്നും 50% ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള അനുവാദവും കൊടുത്തിരിക്കുന്നു. ഈ തുക പോരെ പ്രാഥമികമായിട്ടുള്ള, ഇതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട്, അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ തുക പോരായിരുന്നു. ഈ 185 ദിവസം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ പറയാറില്ലല്ലോ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഈ ന്യായം മുന്നോട്ട് വെക്കാറില്ല. SDRF ഫണ്ടും NDRF ഫണ്ടും ആകട്ടെ, അത് സംസ്ഥാനത്തിന് ആകെ അവകാശപ്പെട്ടതാണ്. ഏത് കേരളത്തിൽ ആകെ ഉണ്ടാകുന്ന കലാമിറ്റീസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടതാണ്. ആ നിലയിൽ ഫിനാൻസ് കമ്മീഷൻ കൊടുക്കുന്നതാണ്. അതിലേക്ക് ചുരുങ്ങരുത്. പ്രത്യേക സഹായം വേണമെന്നാണ് പറഞ്ഞത്. ഈ മനുഷ്യർക്ക് കൃത്യമായ പാക്കേജ്, നേരത്തെ ഫിനാൻസ് കമ്മീഷൻ ഉപയോഗിച്ച് വീട് വെച്ചാൽ ഉണ്ടാകുന്ന അപാകത പറഞ്ഞില്ലേ. കേരളത്തിൽ എവിടെയാണ് സർ 1.25 ലക്ഷം കൊണ്ടൊരു വീട്, കൊള്ളാവുന്ന മാന്യമായ വീട് വെച്ചാൽ കൊടുക്കാൻ കഴിയുക? അത് പ്രശ്നമല്ലേ? കേരളത്തിൽ ലൈഫിൽ 4 ലക്ഷം രൂപ സമാഹരിച്ചിട്ടാണ് ഒരു വീട് കൊടുക്കുന്നത്. പട്ടികവർഗ്ഗക്കാർക്ക് അത് 6 ലക്ഷമാണ്. കേരളത്തിൽ അങ്ങനെയാണ് വീടുകൾ സർക്കാർ സംവിധാനത്തിൽ പോലും കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്ന 1.25 ലക്ഷം രൂപയ്ക്ക് ഇവർക്കൊക്കെ വീട് വെച്ച് കൊടുത്തോളാനാണോ? എങ്ങനെ പറ്റും കേരളത്തിൽ? അപ്പോൾ അതടക്കമുള്ള പ്രശ്നം കേരളത്തിൻ്റെതായ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് പ്രത്യേക സഹായം, സ്പെഷ്യൽ അസിസ്റ്റന്റ് ഷാജി രാഘവൻ, അതിനും മുഖം തിരിഞ്ഞു നിൽക്കുന്നതാണ് പ്രശ്നം. നിങ്ങൾ SDRF-ലും NDRF-ലും ഫിനാൻസ് കമ്മീഷൻ ചുമതലപ്പെടുത്തി തരുന്ന അവകാശപ്പെട്ട പണത്തെക്കുറിച്ച് പറയല്ലേ. അത് കേരളത്തിൻ്റെ റൈറ്റാണ്. ഇത് കേന്ദ്രത്തിൻ്റെ പ്രത്യേക സഹായം കേരളം അഭ്യർത്ഥിക്കുകയാണെന്നേ. അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് എവിടെ മുഖം തിരിഞ്ഞു നിന്നു എന്നാണെന്ന് ചോദിക്കുന്നത്. എന്റെ ചോദ്യം അതാണ്, ഞങ്ങൾ ചോദിക്കുന്നത് അതാണ്, കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. തമിഴ്നാടിന് 944.8 കോടി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ. ഞാൻ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൽ 500 പേരാണ് കേരളത്തിൽ മരിച്ചത്.
SDRF ഫണ്ട് കൂടാതെ കേരളത്തിന് അനുവദിച്ചു. കൂടാതെ SDRF ഫണ്ടിലെ 50% തുക ഈ കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുത്തു. ഇതൊക്കെയല്ലേ കൊടുക്കേണ്ടത്, ഇതൊക്കെയല്ലേ ചെയ്തിട്ടുള്ളത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. SDRF ഫണ്ടിൽ കഴിഞ്ഞ ഇപ്പൊ നടപ്പ് 5 വർഷത്തേക്ക് അനുവദിച്ചിട്ടുള്ളത് 1200 കോടി രൂപയാണ്. അതിലാണ് 2 തവണയായിട്ട് ഏതാണ്ട് 400 കോടിയോളം സംസ്ഥാന ഗവൺമെന്റ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഷാജി രാഘവൻ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? നമ്മൾ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നത് ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 2219 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കണം എന്ന് പറയുമ്പോൾ അത് അനുവദിക്കാൻ കഴിയുമോ? അത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതിന് പകരം നിങ്ങൾ വേറെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കാതെ കേരളം ചോദിച്ച ഈ തുക, കേരളം ആ നാടിനെ പുനരെടുക്കാൻ വേണ്ട തുകയായി അവരുടെ ടൗൺഷിപ്പ് അടക്കം മെച്ചപ്പെട്ട രീതിയിൽ നിർമ്മിച്ച് പൂർത്തീകരിക്കാൻ 2219 കോടിയാണ് ഡിമാൻഡ് ചെയ്യുന്നത്, ചോദിക്കുന്നത്, അഭ്യർത്ഥിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ആ ചട്ടവും റൂളും പറഞ്ഞ് SDRF NDRFിൽ നിൽക്കാതെ ഈ സ്പെഷ്യൽ അസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അതാണ്. അത് കൊടുക്കില്ല എന്ന് ആരാ പറഞ്ഞത്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹർത്താൽ നടത്തിയില്ലേ? കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഹർത്താൽ പോലും നടത്തി കഴിഞ്ഞിട്ടാണ്. തെറ്റിയില്ലല്ലോ, അതിനൊരു തെറ്റുമില്ലല്ലോ. കാരണം എന്താ, അമിത്ഷാ പറഞ്ഞില്ലേ നൽകില്ല എന്ന്. ചോദിക്കാതെ ഹർത്താൽ നടത്തിയ LDF UDF കേരളത്തിലെ നിങ്ങളോട് അതിന് ചോദിച്ചിട്ട് ഇതൊക്കെ നാട്ടിൽ നടക്കുന്നതാണോ? ഒറ്റ സെക്കൻഡ് എന്റെ അനിൽ ബോസെ കേൾക്കുന്നുണ്ടോ? ഒറ്റ സെക്കൻഡ് അനിൽ ബോസെ, ഷാജിയുടെ നിങ്ങൾ ഹർത്താൽ നടത്തിയില്ലേ? ഹർത്താൽ നടത്തിയോണ്ട് പൈസ തരില്ലെന്നാണോ? നിങ്ങൾ തരേണ്ട പൈസ തരാത്തത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഈ നാടിന്. ഞാൻ അനിൽ ബോസിനെ കാണുന്നുണ്ട്. അനിൽ ബോസിന്റെ അനുമതിയോടെ മാത്രം. അനിൽ ബോസെ, അല്ല എൻ്റെ ചങ്ങാതിയുടെ അനുമതി. ഒറ്റ സെക്കൻഡ്. ഷാജി പറയുന്ന കാര്യങ്ങളിൽ ഇത് മുഖവിലേക്ക് എടുക്കണമെങ്കിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേരളം സന്ദർശിച്ച സമയത്ത് ഈ PDN സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള ഗൈഡ് ലൈൻസ് തയ്യാറാക്കിയിട്ടുണ്ടോ ഷാജി? PDN രാജ്യത്ത് ആദ്യമായി തയ്യാറാക്കിയത് എപ്പോഴാണെന്നറിയാമോ? ഈ 14/8/2024 14/8/2024 ദുരന്തം ഉണ്ടായതിന് ശേഷമാണ് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻസ് നിലവിൽ വന്ന ശേഷമാണ് ഈ പറയുന്ന ആദ്യമായിട്ട് കേരളം PDN അത് അങ്ങനെ സമർപ്പിക്കുന്നത്. ഇവിടെ അറിയേണ്ടുന്നതായൊരു കാര്യം, പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്ന സമയത്ത് ഇതൊരു ഔദ്യോഗിക രേഖയായി കണക്കാക്കിയിട്ടില്ല. അതിനുശേഷമാണ് ഈ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുന്നത്. നേരത്തെ ഉള്ള ഒരു കാര്യമല്ല, കേരളം വെച്ച് വൈകിപ്പിച്ചതുമല്ല, മനസ്സിലാക്കണം. അനിൽ ബോസ്, ഈ PDN എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചർച്ചകളിൽ BJP വക്താക്കൾ ഒരു തുറുപ്പുചീട്ടായിട്ട് സ്വീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്കിപ്പോൾ ഇതിനോടകം തന്നെ മനസ്സിലായ ഒരു കാര്യമുണ്ട്. അവിടെ സമ്പത്ത് പറഞ്ഞത് ഒരു വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. അതിനെ ഒരു വളരെ പ്രധാനപ്പെട്ട രേഖയായി തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത് 14/8 മാത്രമാണ്, 14/8. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അതിനു മുമ്പ് അങ്ങനെ, അപ്പോൾ അതിനനുസരിച്ച് സംസ്ഥാനത്തിന് അതിന് തയ്യാറാകേണ്ടതായിട്ട് വരും. അത് കൊടുത്തിട്ടുണ്ട്. ഓഗസ്റ്റ് 27 മുഖ്യമന്ത്രി നേരിട്ട് പോയി മുഖ്യമന്ത്രിയെ കണ്ടു. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ പോയി തമിഴ്നാടിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രിയെ കണ്ടത്. അത് തൊട്ടുപുറകെ എത്തിക്കഴിഞ്ഞു. കേരളത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് സമീപനം. ഓഗസ്റ്റ് 10 പ്രധാനമന്ത്രി ഇവിടെ എത്തിയത്. കേരളം 2219 കോടി ഇവരുടെ പുനരധിവാസം, മികച്ച ടൗൺഷിപ്പ്, അതിനകത്ത് എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടേണ്ടതുണ്ട്. ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഏറെ മാറി വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടുന്ന സ്ഥലത്ത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലം കണ്ടെത്തി അവിടെയാണ് ഈ ടൗൺഷിപ്പ് അനിൽ ബോസ് പണിയേണ്ടത്, നിർമ്മിക്കേണ്ടത്. അതിനു വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങൾക്കും എല്ലാം ചേർത്താണ് 2219 കോടിയുടെ കേന്ദ്ര സഹായം നമ്മൾ ചോദിക്കുന്നത്. ഇന്ന് അമിത്ഷാ ഇത് തരാൻ കഴിയില്ല എന്നാണോ കേരളത്തിലെ MP-മാർക്ക് മറുപടിയായി പറഞ്ഞു വെച്ചിട്ടുള്ളത്? അല്ല, നമ്മളെ ഈ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും ഒരേ താല്പര്യമുള്ളത്. CPM-നോ LDF-നോ UDF-നോ വ്യത്യസ്തമായ അഭിപ്രായമില്ല. കേന്ദ്ര സഹായം കിട്ടണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കാ തർക്കം? ഒരു പ്രധാനമന്ത്രിയും സന്ദർശിച്ചില്ലല്ലോ തമിഴ്നാട്ടിൽ. സന്ദർശിച്ചോ? ഈ ചുഴലിക്കാറ്റിന് ശേഷം പ്രധാനമന്ത്രി പോയോ? കേന്ദ്ര സംഘമാണോ ഉയർന്ന ബോഡി, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ ഉയർന്ന സംവിധാനം? അപ്പം തമിഴ്നാട്ടിലൊരു ദുരന്തം നടന്നിട്ട് കേന്ദ്ര സംഘം സന്ദർശിച്ച് ദിവസങ്ങൾക്കുള്ളിൽ കോടിക്കണക്കിന് രൂപ അനുവദിക്കുമ്പോൾ ഇവിടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ വന്ന് എല്ലാ സംവിധാനങ്ങളും വന്നു എന്ന് അവകാശപ്പെടുന്ന നല്ല ഉഗ്രം ഫോട്ടോഷൂട്ടാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നല്ല ഫോട്ടോഷൂട്ടാണ് നടത്തിയത്. ഒരു പ്രധാനമന്ത്രി ഈ ദുരന്ത ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു നാട് പ്രതീക്ഷിക്കുന്ന ഒരു കരുതലുണ്ട്, ഒരു സംരക്ഷണമുണ്ട്.
ആ സംരക്ഷണം കൊടിയുടെ നിറം നോക്കിയോ ജാതി മത ചിന്തകൾ നോക്കിയോ ചെയ്യേണ്ട കാര്യമല്ല. അവിടെ പ്രധാനമന്ത്രി വന്നു പോകുമ്പോൾ നമ്മളൊക്കെ കരുതിയത് കേരളത്തിലെ UDF-നെയും LDF-നെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമുള്ളൊരു സഹായം വയനാട്ടിലേക്ക് എത്തുമെന്നാണ് നമ്മൾ കരുതിയത്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, BJP പ്രതിനിധികളുടെ ഒരു നിലപാട് കാണുമ്പോൾ തോന്നുന്നത് കേരളമല്ലേ, ഇവിടെ LDF-ഉം UDF-ഉം കൂടുതൽ സാധ്യതയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ലേ, ഇവിടെ ഇതൊന്നും കൊടുക്കണ്ട, ഇവിടുത്തെ ജനങ്ങൾ അങ്ങ് അനുഭവിച്ചോട്ടെ എന്നുള്ളൊരു നയവും സമീപനവും നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്കതങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിപ്പം നിയമപരമായി തീയതി വെച്ചും ഓരോ ഓർഡറുകൾ വെച്ചും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ലല്ലോ, ഈ 130 ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ പറയുന്ന പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പ് ആവട്ടെ, മറ്റിതര വികസന പ്രവർത്തനങ്ങളാകട്ടെ, ക്ഷേമ പ്രവർത്തനങ്ങളാകട്ടെ, അതുമായി ബന്ധപ്പെട്ടൊരു കൃത്യത വരുത്താൻ കഴിയുന്നില്ല എങ്കിൽ അത് ശുദ്ധ അവഗണനയാണ്. ആ അവഗണന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ കേരളത്തോട്, കേരളത്തിലെ ജനതയോട് കാണിക്കുന്ന പകപോക്കൽ പോകലെയാണ് നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. ഇവിടെ ശ്രീ ഷാജി രാഘവൻ BJP പ്രതിനിധി, അദ്ദേഹം ചോദിച്ചു, അനിൽ ബോസ് വിമർശിച്ചില്ലല്ലോ, കേരള ഗവൺമെന്റിനെ വിമർശിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ കേരള ഗവൺമെന്റിനെ വിമർശിച്ചു, കേരള ഗവൺമെന്റിനെ വിമർശിച്ചിട്ടുണ്ട്. കേരള ഗവൺമെന്റ് സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നെനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെന്ന് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു. പക്ഷേ കേരളത്തിൻ്റെ പൊതുസമീപനം എന്താ? ഈ വിഷയത്തിൽ വയനാട് ചൂരൽമല ദുരന്തത്തിൽ നമ്മുടെ പൊതുസമീപനം എന്ന് പറയുന്ന LDF UDF രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയല്ല. അവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണമാണ്, അവിടുത്തെ സാമാന്യ ജനതയുടെ ജീവിതമാണ്. അതിനുവേണ്ടി നമ്മൾ തർക്കിച്ച് പോകരുത്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ ഒരുമിച്ച് നമ്മൾ നിന്നിട്ടുണ്ട്. ആ ഒരുമിച്ച് നിന്നതുകൊണ്ടാണല്ലോ ഈ കേരളത്തിലെ BJP പ്രതിനിധി, അതുകൊണ്ട് മനസ്സിലാക്കണം, BJP പ്രതിനിധി കേന്ദ്രമന്ത്രി കൂടിയാണ്. ആ കേന്ദ്രമന്ത്രി ഒഴികെയുള്ള രാജ്യസഭാംഗങ്ങളും ലോക്സഭാംഗങ്ങളും ഒരുമിച്ചാണ് ആഭ്യന്തരമന്ത്രിയെ കണ്ടത്. മുഖ്യമന്ത്രി പോയി കണ്ടില്ല. കേന്ദ്രമന്ത്രിയോട് സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് അനിൽ ബോസ്, 2 കേന്ദ്രമന്ത്രിമാരാണ്. അതിലൊരു കേന്ദ്രമന്ത്രിയോട് ചോദിച്ചാൽ നിങ്ങൾ പോയി നിങ്ങളുടെ സർക്കാരിനോട് ചോദിക്കുക, സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുക, ഏതാണ് കേന്ദ്രത്തിന്റെ സഹായത്തെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം ആ രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാളാണെങ്കിൽ നിശബ്ദമായി തന്നെ ഈ സീനിലൊന്നും വന്നുപെടാതെ മുന്നോട്ട് പോകുന്ന രീതി സ്വീകരിക്കുകയല്ലേ അനിൽ ബോസ്? ഇന്നലെ പോയ സംഘത്തോടൊപ്പം നിൽക്കാനോ ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു പിന്തുണ നൽകാനോ ഒന്നും അവരും തയ്യാറായിട്ടില്ല. കേന്ദ്രമന്ത്രി ഒഴിവാക്കിയത്, പറഞ്ഞു, ഞാൻ ഒരു കേന്ദ്രമന്ത്രിയെ ഒഴിവാക്കിയത് ആ മന്ത്രി കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗം അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ തലക്കേക്ക് ഈ സാധനം വെക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച പറഞ്ഞു. ഇവിടെ ലോക്സഭയിൽ ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടല്ലോ. ആ തെരഞ്ഞെടുക്കപ്പെട്ടയാൾ കേന്ദ്രമന്ത്രിസഭയിലുണ്ടല്ലോ. അപ്പോൾ ഇത്തരമൊരു വിഷയമുണ്ടാകുമ്പോൾ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടി നിൽക്കണമോ വേണ്ടയോ? കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ, 1 ആയാലും 2 ആയാലും കേന്ദ്രമന്ത്രിമാർ നിൽക്കണമോ? അവർ നിന്നോ? ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അനുഭാവപൂർണമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും അവരുടെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ 3 പേജ് നീട്ടിപ്പിടിച്ച് എഴുതി പ്രിയങ്ക ഗാന്ധിക്ക് കത്ത് കൊടുത്തു എന്ന് പറയുന്നത് എന്തിനാ? ഇതിൻ്റെ അകത്തെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസത്തിന് വേണ്ട നമ്മുടെ ഡിമാൻഡ് അംഗീകരിക്കില്ല എന്ന ധിക്കാരപരമായ സമീപനമാണ്. ആ സമീപനത്തിനെതിരായി പൊതുധാര ഉണ്ടാവും. ആ പൊതുധാര ഉയർന്നു വരും. ആ പൊതുധാര ഉയർന്നു വരുന്നതിന് LDF UDF വ്യത്യാസമൊന്നുമില്ല. കേരളത്തിന്റെ പൊതു താല്പര്യമാണ്, കേരളത്തിന്റെ പൊതുവികാരവും. അതിനർത്ഥം കേരളത്തിലെ ഗവൺമെന്റ് എവിടെയെങ്കിലും വീഴ്ച വന്നാൽ അത് ചൂണ്ടിക്കാണിക്കില്ല എന്നല്ല, അത് ചൂണ്ടിക്കാണിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അനിൽ ബോസ് പറഞ്ഞ ശരിയാണ്. അതിലൊക്കെ ആർക്കാണ് തടസ്സം, ആർക്കാണ് ബുദ്ധിമുട്ട്? കേരളത്തിൽ ഏതും ശക്തമായി ചർച്ച ചെയ്യുന്ന ഒരു നാടാണ്, അത് വേറെ തന്നെ ചർച്ച ചെയ്യാം, യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, അടിയന്തരമായുള്ള പ്രശ്നം, മാസം ഇത്രയായിട്ടും എന്തൊരു തരം പകപോക്കൽ മനോഭാവമാണ് എന്നുള്ളതാണ്. തൊട്ട് നമ്മുടെ കൺമുമ്പിൽ തമിഴ്നാടിൻ്റെ പുതിയ വാർത്തയാണ്. ഇനിയും കേന്ദ്ര റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ കൂടുതൽ തരം നല്ലത് കൊടുക്കേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ കേരളത്തോട് കാട്ടുന്ന ഈ വലിയ അവഗണനയുണ്ട്, ഈ ഒരു പകപോക്കലുണ്ട് എന്നത് കാണാതിരുന്നു കൂടാ. വളരെ ശക്തമായി തന്നെ അത് പ്രതികരിച്ച് തന്നെ വാങ്ങിച്ചെടുക്കേണ്ടത് തന്നെയാണ് എന്നുള്ള, അതിൽ കേരളത്തിലെ BJP നേതൃത്വവും കേരളത്തിലെ കേന്ദ്രമന്ത്രിമാരും ഒക്കെ നിൽക്കേണ്ടത് കൂടിയാണ്. ഞാൻ മുമ്പ് ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ പ്രതികരണം വന്ന ശേഷം കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി പറഞ്ഞ ഒരു ഭാഗം ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചു. ഒരു ഭാഗം കൂടി, വളരെ പ്രസക്തമായ ഒരു ഭാഗം കൂടി കണ്ടുകൊണ്ട് നമുക്ക് ചർച്ച തുടരാം. ഒരു ഇടവേള കൂടി ഇടയ്ക്ക് വേണ്ടതുണ്ട്. റവന്യൂ മന്ത്രി ഇതേക്കുറിച്ച് പറഞ്ഞ് മറ്റൊരു ഭാഗം ഒന്ന് കാണാം. അവിടെ നിന്ന് തന്നെ നിർദ്ദേശിച്ചതുപോലെ ഓഗസ്റ്റ് മാസം അവർ തന്നെ പിന്നെ മറുപടികളിൽ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മെമ്മോറാണ്ടം കേരളം കൊടുത്തു കഴിഞ്ഞു.
പിന്നെ രണ്ടാമത് കൊടുത്തത് എന്താണ്? രണ്ടാമത് കൊടുത്തത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് ആണ്. അതായത് ആഗസ്റ്റ് 14 മാത്രം ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് ഉണ്ടാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളോടും പറഞ്ഞു. അതാണ് പിന്നീട് രണ്ടാമതായി കൊടുക്കാൻ പറഞ്ഞത്. പോസ്റ്റ് പിന്നെ PDNA ആണ്, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ്. അത് ആവശ്യപ്പെട്ടതിന് ശേഷമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. കേരളത്തിൻ്റെ പ്രശ്നം എന്താ? കേരളം ആദ്യം കൊടുത്ത നിവേദനത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. ആ 3 കാര്യങ്ങളിൽ ഒന്നുപോലും നടപ്പിലാക്കിയിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മൾ കേട്ടു. ഇപ്പോൾ കൃത്യമാണ്, വ്യക്തമാണ്. അതായത് വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ തന്നെ വളരെ സുപ്രധാനമായ 3 ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനം കേന്ദ്രത്തെ സമീപിച്ചു. ഈ കാലം അത്രയായിട്ട് ഒരു തീരുമാനവും അതിൽ വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് ഓഗസ്റ്റ് മാസം 17 ആ മെമ്മോറാണ്ടം കൊടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞു. ഓഗസ്റ്റ് മാസം 14 രാജ്യത്ത് തന്നെ ഒരു പുതിയ രീതി കൊണ്ടുവരുന്നത്. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് എല്ലാ സംസ്ഥാനങ്ങളോടും ഇത് തയ്യാറാക്കാൻ പറയുകയാണ്. ഒരു വലിയ ദുരന്തമുഖത്ത് ആ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അവരെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക, അവർക്ക് സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ നിലയിലുള്ള വലിയ ഉത്തരവാദിത്വം ഒരു സംസ്ഥാന സർക്കാർ നിറവേറ്റുന്ന സമയത്താണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരന്തമില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ നടപടികളിലേക്ക് വേണമെങ്കിൽ പോകാം. താരതമ്യേന ലഘുവായ ദുരന്തബാധിത പ്രശ്നങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ചതല്ല. വയനാട് കേരളം കണ്ടതിലെ ഏറ്റവും വലിയ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോഴാണ് പറയുന്നത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഈ ദുരന്തബാധിതരുടെ കാര്യം നോക്കണോ, അവരുടെ പുനരധിവാസം നോക്കണമോ, അവരുടെ ദുരിതാശ്വാസ ക്യാമ്പുകളും അവരുടെ ഭക്ഷണവും അതിൽ തന്നെയാണ് ഇപ്പോൾ വലിയ കുറ്റം പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഇപ്പോൾ കിടപ്പ് രോഗികൾക്ക് പ്രതിദിനം പണം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് പ്രതിദിനം 300 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരെ മുഴുവൻ അവർ കൂടി താല്പര്യപ്പെട്ട് ഉറപ്പ് പറഞ്ഞ വാടക വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് വാടക കൊടുക്കുന്നുണ്ട്. വാടക കിട്ടുന്നില്ല എന്ന ഒരു പരാതിയെക്കുറിച്ചാണ് BJP പ്രതിനിധി പറഞ്ഞത്. പക്ഷേ ഒരു നടപടി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനൊക്കെയും പണം ഇതുവരെയും ചെലവാക്കിയിട്ടുള്ളത് നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ്. അങ്ങനെ ഓരോ നടപടികളും ഇങ്ങനെ ഉറക്കമിളച്ച് ഒരു നാട് മുന്നോട്ട് പോകുമ്പോഴാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് PDNA നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നടപടികളിലേക്ക് പിന്നീട് കേരളം പോയി. അപ്പോൾ അത് കൊടുക്കാൻ ഉണ്ടായ കാലതാമസം എന്നൊരു ന്യായം പറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് 17 കൊടുത്ത മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ വളരെ സുപ്രധാനമായ 3 കാര്യങ്ങൾ പോലും നിറവേറ്റാതെ, സ്പെഷ്യൽ അസിസ്റ്റൻസ് പോലും തരാതെ മുന്നോട്ട് പോയവർ ഇപ്പോൾ ന്യായം പറയാൻ PDNA കൂടെ കൂട്ടുകയാണ്. ഇതാണ് സംഭവം. റവന്യൂ മന്ത്രി പറഞ്ഞു, നേരത്തെ ഡോക്ടർ സമ്പത്ത് അത് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. യാതൊരു സംശയ കാര്യത്തിലില്ല. ഞാൻ ഈ ചർച്ചയുടെ ഇടയിൽ എപ്പോഴോ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. 153 കോടി രൂപ അനുവദിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതും നടന്നു വരുന്നതും നാളെ വിശദമായ റിപ്പോർട്ട് തരണമെന്നും പലതവണ കേന്ദ്രത്തോട് പറഞ്ഞിട്ടും ഈ പറഞ്ഞ വാദങ്ങളൊന്നും എഴുതി കൊടുക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നാളെ നിർബന്ധമായും തരണമെന്ന് പറഞ്ഞിരിക്കുന്നു. ശനിയാഴ്ച കോടതി അത് കേൾക്കാൻ വേണ്ടി കോടതി ചേരുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മൾ ഈ ഇടവേളയിലേക്ക് പോകുമ്പം NCPയുടെ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട നേതാവ്, കോൺഗ്രസിൻ്റെ മുൻ KPCC ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ശ്രീ സുരേഷ് ബാബു കോഴിക്കോട് നിന്ന് എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. അതൊന്ന് കേട്ടുകൊണ്ട് ഞാൻ ഷാജി രാഘവനിലേക്ക് വരാം. ഈ 153 കോടിയെക്കുറിച്ച് വളരെ ലളിതമായി അദ്ദേഹം 4 വാചകം പറഞ്ഞിട്ടുണ്ട്. ശരത്ത്, ഈ 153 കോടി ഉറുപ്പിക ഇവിടെ ഒരു മഴ പെയ്തിട്ടില്ലെങ്കിലും വരൾച്ച ഇല്ലായിട്ടില്ലെങ്കിലും ഒരു ഡിസാസ്റ്ററും സംഭവിച്ചിട്ടില്ലെങ്കിലും നമുക്ക് തരാൻ ബാധ്യതപ്പെട്ട ഫൈനാൻസ് കമ്മീഷന്റെ ബേസിലുള്ള സാധനമാണ്. അത് തന്നെന്ന് പറയുന്നത് വിചിത്രമാണ്, അത് നിന്ദ്യമാണ്. ശ്രീ ഷാജി രാഘവൻ, ഇതൊക്കെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാമേ. 153 കോടിയെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നേരത്തെ ഡോക്ടർ സമ്പത്തും അതുപോലെ അനിൽ ബോസും സൂചിപ്പിച്ചു, ഒരു മഴ പെയ്തില്ലെങ്കിൽ പോലും ഈ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണത്തെയാണ് 500 മനുഷ്യർ മരിച്ച, അത്ര തന്നെ കുടുംബങ്ങൾ തകർന്നുപോയ, ഗ്രാമങ്ങളില്ലാതായി പോയൊരു നാടിന് വേണ്ടി പണം ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ കണക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അത് കേരളത്തിനാകെ അവകാശപ്പെട്ടതാണെന്നേ. അത് ആ നിലയിൽ തന്നതിനെ നിങ്ങൾ അതിൽ തന്നെയും ഒരു ഭാഗം മുൻപ് തന്നതിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പോട്ടെ, ഇതിങ്ങനത്തെ ഒരു അവസ്ഥ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? താങ്കൾ വളരെ ശക്തമായി PDNA എന്ന് പറഞ്ഞ വാദം ഉന്നയിച്ചു. അതായത് ഓഗസ്റ്റ് മാസം 13 അർദ്ധരാത്രി വരെ ഈ രാജ്യത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിലെ അടിസ്ഥാന പ്രമാണ രേഖയായി PDNA എന്നൊന്നില്ല. ഓഗസ്റ്റ് മാസം 14 കേന്ദ്ര സർക്കാർ PDNA നിർബന്ധമാക്കുന്നത്. ഞാൻ ചോദിച്ചല്ലോ, അങ്ങനൊരു ദുരന്തത്തിൽ പെടാപ്പാടുപെടുന്ന ഓടുന്ന ഒരു നാട് എന്തു ചെയ്യും? അത് അസസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റേതായ സമയമെടുക്കില്ലേ? ആ ന്യായം പറഞ്ഞ് ഇപ്പോൾ നിൽക്കുകയാണ്. എന്നാൽ അതിന് മുമ്പ് കൊടുത്ത മെമ്മോറാണ്ടത്തിൽ ഒരു കാര്യവും ചെയ്തിട്ടുമില്ല. ഷാജി രാഘവൻ, ശരത്ത്, ഇവിടെ
നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങൾ 3 പേരും അവതാരകൻ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം, ഈ ദുരന്തത്തെ പറ്റി പറയുമ്പോൾ തമിഴ്നാടിന് ഫണ്ട് കൊടുത്തു, തമിഴ്നാടിന് ഫണ്ട് കിട്ടി, കേരളത്തിന് കിട്ടിയില്ല. സാർ, തമിഴ്നാട് BJP ആണ് ഭരിക്കുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ? ഒന്നാരും പറഞ്ഞില്ലല്ലോ. ഇന്ത്യ മുന്നണിയിലെ DMK ആണ് അവിടെ ഭരണം. അത് അനിൽ ബോസോടെ ഒന്ന് ആലോചിച്ചാൽ നല്ലതാണ്. ഞങ്ങൾക്ക് എന്ത് പ്രത്യേക വിരോധം സംസ്ഥാന ഗവൺമെന്റിനോടുണ്ടോ? അനിൽ ബോസ് ഒക്കെ പറയുന്നത് വിരോധമില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയനും കേന്ദ്ര ഗവൺമെന്റും വലിയ ധാരണയിലാ പോകുന്നതെന്ന് പറയുന്ന കൂട്ടത്തിൽ അനിൽ ബോസ്. എങ്കിൽ വാദത്തിന് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഒരുപക്ഷെ അവിടുത്തെ BJPയും ആ വികാരത്തോടെ നിന്നിട്ടുണ്ടാവുന്നേ. തമിഴ്നാട്ടിലെ BJPയും അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള BJP ചിലപ്പോൾ നിന്നിട്ടുണ്ടാകാം. കേരളത്തിലെ BJP അങ്ങനെ പോലും നിൽക്കുന്നില്ല. കേരളത്തിൽ നിന്ന് പോയ കേന്ദ്രമന്ത്രി ചെയ്യുന്നില്ല. അതാ വ്യത്യാസം. ഷാജി രാഘവൻ പോലും ഈ ചർച്ചയിൽ എടുക്കുന്ന നിലപാട് തമിഴ്നാട്ടിലെ ഒരു ചർച്ചയിൽ തമിഴ്നാട്ടിലെ ഒരു BJP നേതാവ് തമിഴ്നാടിന്റെ പ്രശ്നത്തിൽ നിലപാട് സ്വീകരിക്കുമോ? എനിക്ക് സംശയമുണ്ട്. ശരി, ഞാനത് താങ്കൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും വരാം. ഞാൻ ഈ ചർച്ചയിൽ ഇടപെട്ട് ചോദിക്കാൻ ആഗ്രഹിച്ചത് ചില ചോദ്യങ്ങളുണ്ട് സാർ. അതിനാരും ബഹുമാന്യനായ സമ്പത്തും മറുപടി അതിലൊന്ന് അടിയന്തര ദുരിതാശ്വാസ നിവാരണത്തിന് വേണ്ടി SDRF-ൽ നിന്നും പണം ഉപയോഗിക്കാമെന്നും അതുകൂടാതെ 154 കോടി ഉപയോഗിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഇത് ചെയ്തില്ല എന്നുള്ള ചോദ്യം കോൺഗ്രസിന് കേരളത്തിലുണ്ടോ? 2, ആഗസ്റ്റ് 14-നാണ് PNDAയുടെ നോംസ് ഉണ്ടായതെന്നാണ് പറയുന്നത്. സാർ, ഈ ദുരന്തം ഉണ്ടായി കഴിഞ്ഞ് 14 ദിവസത്തിനകം ഈ നോംസ് ഉണ്ടായി. അതിനുശേഷം 100 ദിവസം കഴിഞ്ഞു. ഈ കാലതാമസം എന്തുകൊണ്ട് വന്നു എന്ന് എന്തേ അനിൽ ബോസ് അതിനു മുമ്പ് കൊടുത്ത മെമ്മോറാണ്ടത്തിൽ നടപടി സ്വീകരിക്കാതിരുന്നു? സുപ്രധാനമായ 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഒരെണ്ണം പോലും ചെയ്യില്ല എന്ന് പറയുന്നില്ല. കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് L3 അതിതീവ്ര കേരളത്തിലെ BJPക്ക് ആ ദുരന്തം അതിതീവ്ര ദുരന്ത സ്വഭാവമാണോ കേരളത്തിലെ BJPക്ക്? ഞാൻ കേന്ദ്ര സർക്കാരിനെ വിടുകയാണ്. ഷാജി രാഘവൻ പ്രതിനിധീകരിക്കുന്ന കേരളത്തിലെ BJPക്ക് ഈ ദുരന്തം അതിതീവ്ര ദുരന്തമാണോ? ചോദ്യം ഇത് മാത്രമാണ് എൻ്റെ ചോദ്യം. ഞാനും നിങ്ങളും സംസാരിക്കുന്നത് വയനാട്ടിൽ ദുരിത ബാധിതർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടി റിപ്പോർട്ട് കൊടുക്കേണ്ടത് BJPയുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാനാണോ എന്നല്ലല്ലോ എൻ്റെ ചോദ്യം. ഷാജി രാഘവൻ, എൻ്റെ ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുന്നു. വയനാട്ടിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ സംഭവിച്ച ആ ദുരന്തം അതിതീവ്ര ദുരന്തമാണോ ഷാജി രാഘവൻ? എന്റെ ചോദ്യം നിങ്ങളുടെ തീരുമാനം എന്താണ്? ഞാൻ ചോദ്യം ചോദിക്കാൻ വിധിക്കപ്പെട്ടയാൾ ഉത്തരം പറയാൻ താങ്കളുടേതായ കാഴ്ചപ്പാടിൽ പറയാൻ താങ്കൾ വിധിക്കപ്പെട്ടയാളാണ്. എന്റെ ചോദ്യം, ആ ദുരന്തം അതിതീവ്ര ദുരന്തമാണോ? എന്റെ ചോദ്യം, നിങ്ങൾ കൊടുത്ത റിപ്പോർട്ട് എന്താണ്? ഞാനല്ലല്ലോ കൊടുത്തത്. ഞാൻ BJPയോട് ചോദിക്കുന്നു, BJP പ്രതിനിധിയോട് ചോദിക്കുന്നു, ആ ദുരന്തം അതിതീവ്ര ദുരന്തമാണോ? നിങ്ങൾ ഞാനൊരു ചോദ്യം എന്താ പറയാൻ ബുദ്ധിമുട്ട്? ദേശീയ ദുരന്തമാണോ എന്ന് ഞാൻ ബഹുമാന്യനായ അത് അതിതീവ്രമാണോ ഷാജി രാഘവൻ? നമ്മൾ കണ്ട ആ ദുരന്തം അതിതീവ്രമാണോ? അത് ദേശീയ ദുരന്തമാണോ? നിങ്ങളോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഈ ചർച്ചയിൽ ആ BJP കാഴ്ചപ്പാട് പറയേണ്ടയാളാണ്, ബാധ്യതപ്പെട്ടയാളാണ്. വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തം അതിതീവ്ര ദുരന്തമാണോ? ഇത് കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിങ്ങൾ ഉത്തരം പറ സാറേ. നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമില്ലാന്ന് ഞാൻ എഴുതി വെച്ചോട്ടെ ഇവിടെ. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ അതിതീവ്ര ദുരന്തമാണോ? എന്റെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കും. വേറെ ഒന്നും ഇനി ചർച്ച ഞാൻ ചോദിക്കില്ല. കേരളത്തിലെ BJP നേതാവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, മോദി സർക്കാരിനെ ഞാൻ വിടുന്നു, ആ ദുരന്തം അതിതീവ്ര ദുരന്തമാണോ? നിങ്ങൾ പറഞ്ഞാൽ മതി. ഷാജി ഇത് പറഞ്ഞാൽ മതി. ഷാജി രാഘവൻ ഇതാണ് പറയേണ്ടത്. അതിതീവ്ര ദുരന്തമാണോ? നിങ്ങൾ ഈ കുറെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന്. അതിതീവ്ര ദുരന്തമാണോ ഷാജി രാഘവൻ? വയനാട്ടിൽ മനുഷ്യർ അനുഭവിച്ചത് അതിതീവ്ര ദുരന്തമാണോ? ഇത് നിങ്ങൾ ചാനലിൽ ആദ്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ദേശീയ ദുരന്തമാണോ അല്ലയോ എന്ന് പറഞ്ഞു. ഞാൻ ചാനലൊന്നും ചോദിച്ചില്ല. വയനാട്ടിൽ ഷാജി രാഘവൻ അനുഭവപ്പെട്ടത് എന്താണ്? വയനാട്ടിൽ ആ ദുരന്തം എങ്ങനെയാണ് ഷാജി രാഘവൻ എന്ന BJP നേതാവിന് അനുഭവപ്പെട്ടത്? പറയാമോ? നിങ്ങൾ ഈ പ്രസ്താവന പിൻവലിക്കുന്നേ. നിങ്ങൾ കഴിഞ്ഞ 115 ദിവസമായി ഷാജി രാഘവൻ ആ ദുരന്തം BJPയുടെ കണ്ണിൽ, കാഴ്ചപ്പാടിൽ, കേരളത്തിലെ BJPയുടെ കാഴ്ചപ്പാടിൽ അതിതീവ്ര ദുരന്തമാണോ? ഞാൻ ദേശീയ ദുരന്തമാണോ എന്നൊന്നും ചോദിച്ചില്ല. അതിതീവ്രമാണോ? ഭയാനകമാണോ? അതിന്റെ ഗൗരവം, ആഴം, വ്യാപ്തി വളരെ വലുതാണോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. ഷാജി രാഘവനും ഉത്തരം പറയാൻ കഴിയില്ല. കാരണം താങ്കൾ കേരളത്തിലിരുന്ന് കേരളത്തിലെ മനുഷ്യർ ഇത് കാണുന്നു എന്ന നല്ല ധാരണ താങ്കൾക്കുള്ളത് കൊണ്ടാണ് പറയാത്തത്. ഞാൻ ശ്രീ സമ്പത്ത് ചട്ടവും റൂളും ഒക്കെ ഞാൻ വിട്ടു. നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട, കുടുംബങ്ങൾ നഷ്ടപ്പെട്ട ആ ദുരന്തം അതിതീവ്രമാണോ? BJP നേതാവിന് അതിനോട് പ്രതികരിക്കാൻ കഴിയാത്തത് എന്തേ? ഇത്രയേ ഉള്ളൂ. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം.
ഇത് അതിതീവ്ര ദുരന്തമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാരണം ഉത്തരാഖണ്ഡിലെ ജോഷിമഠിൽ പ്രകൃതി ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിൽ മരണമടഞ്ഞവരെക്കാൾ കൂടുതൽ ആളുകളാണല്ലോ ഈ പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞത്, അല്ലേ? ഹിമാചൽ പ്രദേശിൽ വെള്ളപ്പൊക്കവും പേമാരിയും എല്ലാം ഉണ്ടായി, പ്രകൃതി ദുരന്തം ഉണ്ടായി. അവിടെ മരണപ്പെട്ട ആളുകളേക്കാൾ കൂടുതൽ ആളുകളാണല്ലോ ഇവിടെ മരണപ്പെട്ടത്. അവിടെ ഒലിച്ചുപോയതിനേക്കാൾ കൂടുതൽ കെട്ടിടങ്ങളാണല്ലോ ഒലിച്ചുപോയത്. ഇവിടെ ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇത് ഈ ബൈബിളിലൊരു വാചകമുണ്ട് ശരത്തെ, നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന്. BJPയെ കുറിച്ച് അത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. അനിൽ ബോസ്, അതിൻ്റെ തീവ്രത താങ്കളുടെ മനസ്സിൽ എത്രമാത്രം ആഘാതത്തോടെ പതിഞ്ഞിട്ടുണ്ട്? ഞാൻ ഷാജി രാഘവനോട് ആവുന്നത് ശ്രമിച്ചു അതേക്കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ. അനിൽ ബോസ് അത് കേട്ടിരിക്കും, പറയും, നമുക്ക് അവസാനിപ്പിക്കാം. അല്ല സാർ, ഇത് മുഖ്യമന്ത്രിയുടെ ചെവിയിലാണ് എത്തേണ്ടത് സാർ. അല്ല, ഞാൻ സാഗൂതം അത് ശ്രദ്ധിക്കുകയായിരുന്നു. സാഗൂതം ഞാനത് ശ്രദ്ധിച്ചു. നമ്മളെല്ലാവരും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞെടുത്തുന്ന അവസാനം L3 എങ്കിലും ആക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അവിടേക്ക് കേന്ദ്ര സർക്കാർ എത്തിയില്ലെന്ന് മാത്രമല്ല, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കേരളീയനായിട്ടുള്ള BJP നേതാവായിട്ടുള്ള നമ്മുടെ സ്നേഹിതൻ ഷാജി രാഘവന് അതൊരു അതിതീവ്ര ദുരന്തമാണ് എന്ന് പോലും പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ സങ്കടകരമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. റൈറ്റ്. നമുക്കേതായാലും നമ്മുടെയൊക്കെ ഉള്ളിലത്തെ ആവശ്യകത കൊണ്ടാണ് ഇത്രയൊക്കെ പറഞ്ഞു പോകുന്നത്, അതിൻ്റെ രാഷ്ട്രീയമല്ല എന്നുള്ളത് വളരെ പ്രധാനം. ഏതായാലും ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതിതീവ്രമാണോ എന്ന ചോദ്യത്തിൽ സാന്ദർഭികമായി അദ്ദേഹം പറഞ്ഞൊരു വാചകം, അത് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, മുഖ്യമന്ത്രി പറയട്ടെ എന്ന് എന്തോ എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഇനി കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും ഉത്തരവാദിത്വത്തോടെ കേരളം പുനരധിവാസം, ഏറ്റവും മികച്ച ടൗൺഷിപ്പ്, ഒരു ദുരന്തമുഖത്ത് രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നിലയിലുള്ള പുനരധിവാസം അത് കേരളം സാധ്യമാക്കും എന്നുള്ളിടത്ത് തന്നെയാണ് കേരളം നിൽക്കുന്നത്. പക്ഷേ കേന്ദ്രം അതോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യം. അതിനു മുമ്പിൽ വെറും ന്യായവാദങ്ങൾ ഉന്നയിച്ചു മാത്രം പോകരുത് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമുക്ക് ഈ ചർച്ച ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിപ്പിക്കേണ്ട സമയമാവുകയാണ്.